ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവുമായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെതായ പ്രവൃത്തി നിങ്ങൾക്ക് കേൾക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വഴികളും കർത്താവിൻ്റെ വിചാരങ്ങളുമൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല, അത് വ്യത്യസ്തമാണ്. ഇങ്ങനെ അങ്ങനെയുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. ആ പ്രിയ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ, എന്തുകൊണ്ട് വിശേഷം? കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? അതെ. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസന്റെ ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. പ്രിയ ദേവദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിനെ കണ്ടുമുട്ടിയതൊക്കെ പ്രസ്താവിപ്പാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവിൻ്റെ ദാസന്റെ മേലെ പകർന്നു കൊടുക്കണമേ. കേൾക്കുന്ന ജനത്തിനത് വലിയൊരു വിടുതലായി മാറുവാന്, കർത്താവിൻ്റെ മഹാനാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാന് കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവ് അനേകർക്ക് വലിയൊരാശ്വാസമായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കിയാട്ട്. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ വളരെ സ്വർഗീയ ശക്തിയെക്കുറിച്ച് ഞങ്ങളെ ഇരുത്തിയാട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഫാസ്റ്റേ, ഇപ്പോൾ എവിടുന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ കൂത്തുപറമ്പ് വീട്ടിൽ നിന്ന് തന്നെയാണ്. ആ, ഓക്കെ. കൂത്തുപറമ്പ്. ആ, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യ, മകൻ, മകന്റെ ഭാര്യ. ഓക്കെ, ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസന് ജീവിതത്തിലെ അനുഭവത്തെ ഷെയർ ചെയ്യാനുള്ള ഒരു സമയമാണ് ഇപ്പോഴുള്ളതിന്. കർത്താവിൻ്റെ ദാസൻ ഞങ്ങളോടുകൂടെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ദേവദാസനെ ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു പാസ്റ്ററെ. ദേവദാസന്റെ ജീവിതം ഷെയർ ചെയ്യാം. ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കി തന്നതിനായി ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് മോഹൻ നായർ. കഴിഞ്ഞ 39 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ജീവിതത്തിൽ നേരിട്ട ഒരു വലിയ അപകടത്തിൽ കൂടെയാണ് ഞാൻ ദൈവത്തെ അറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതപാതയിൽ 24 വയസ്സുവരെ ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുകയും ഹൈന്ദവരുടേതായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും പ്രമാണിച്ച് ജീവിക്കുകയും ദാരിദ്ര്യ കുടുംബമാകിയാൽ കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തിന്റെ കുടുംബസന്ധാരണത്തിനായി പ്രയത്നിക്കുകയും ചെയ്തു. എൻ്റെ പിതാവിന്റെ പേര് കണ്ണൻ നമ്പ്യാർ, അമ്മ ലക്ഷ്മി അമ്മ. അവരുടെ 10 മക്കളിൽ മൂന്നാമനായി ഞാൻ ജന്മം കൊണ്ടു. മലബാറിലെ കുടിയേറ്റ കർഷകരുടെ കൂട്ടത്തിൽ ചുമട് ചുമക്കുന്നവനായ എൻ്റെ പിതാവ് തൻ്റെ യൗവനത്തിൽ മലബാറിൽ തന്നെ ഒരു ഭാഗത്ത് അങ്ങേ അറ്റത്തേക്ക് കുടിയേറിയതാണ്. കൂത്തുപറമ്പ് പ്രദേശമാണ് മാതാപിതാക്കളുടെ ഭവനമെങ്കിലും അവിടുന്ന് ഒരു 55 കിലോമീറ്റർ ദൂരെയുള്ള കേരളത്തിന്റെ അതിർത്തി പ്രദേശത്തേക്ക് അച്ഛൻ താമസം മാറ്റി. ഞങ്ങൾ 10 മക്കൾ ജനിക്കുകയും എൻ്റെ പിതാവ് ജന്മന ഒരു കൈയില്ലാത്തവനായിട്ടാണ് ജന്മം കൊണ്ടിരുന്നത്. ജന്മന വലത്തെ കൈയില്ല, എങ്കിലും ആരോഗ്യത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല, മറ്റുള്ള കാര്യത്തിനും കുറവുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൈയില്ലായ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ നിരാശയും ദുഃഖവും കണ്ണുനീരും പലപ്പോഴും നൽകി. തന്റെ കുടുംബത്തിലെ 7 മക്കളിൽ ഒരുവനായി, ഒരു കൈയില്ലാത്തവനായി ജന്മം കൊള്ളുവാനിടയായി. ജനിച്ചപ്പോൾ തന്നെ വലത്തെ കൈ തീർത്തുമില്ല. അതിന്റെ ഫലമായി ഒരു വൈകല്യമുള്ളവനായി എൻ്റെ പിതാവ് തൻ്റെ യൗവനകാലം കടന്നുപോയി.
എങ്കിലും ജീവിതത്തെ തോറ്റുപോകാത്ത ഒരു മനസ്ഥിതിയുടെ ഉടമയാകയാൽ അദ്ദേഹം ചുമട് ചുമന്നും ഒരു കൈ കൊണ്ട് രണ്ടു കൈയുള്ളവരെ തോൽപ്പിക്കുന്ന തരത്തിൽ ഒരു കൈ കൊണ്ട് അധ്വാനിച്ചും അദ്ദേഹം ജീവിതം മുൻപോട്ട് നയിച്ചു. തന്റെ യൗവനത്തിൽ ഭാര്യയെ ലഭിക്കുക, വൈകല്യമില്ലാത്തൊരു ഭാര്യയെ ലഭിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വിവാഹത്തിന് പെണ്ണ് കാണിച്ചു കൊടുത്തവരെല്ലാം വൈകല്യമുള്ള കുട്ടികളെയാണ് അദ്ദേഹത്തിന് സെലക്ട് ചെയ്യുവാൻ പറഞ്ഞത്. പക്ഷെ എന്റെ പിതാവ് കൈയില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വൈകല്യമുള്ള ഒരു കുട്ടിയെ സ്വീകരിക്കുവാൻ എന്റെ പിതാവ് ഒരിക്കൽ തയ്യാറായിരുന്നില്ല. എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാനാണ് എന്റെ പിതാവിന്റെ 10 മക്കളിൽ അപ്പന്റെ തനിപ്പകർ. എന്നെ കണ്ടാൽ എന്റെ പിതാവിനെ കണ്ടതുപോലെയാ, എന്റെ പിതാവിനെ കണ്ടാൽ എന്നെ കണ്ടതുപോലെയാ. ശരിക്കു പറഞ്ഞാൽ എന്റെ പിതാവിന് മറ്റ് കുറവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വൈകല്യമുള്ള ഒരു കുട്ടിയെ വേണ്ട എന്ന് നിഷ്കർഷിച്ചു. അതുകൊണ്ട് വിവാഹം വൈകിപ്പോയി. അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോഴാണ് 14 വയസ്സുകാരിയായ എന്റെ അമ്മയെ ചിറ്റാരിപ്പറമ്പെന്ന കൂത്തുപറമ്പെന്ന ഒരു 15 കിലോമീറ്റർ അകലെ ചിറ്റാരിപ്പറമ്പെന്ന ഗ്രാമത്തിൽ കണ്ടെത്തുവാൻ, വിവാഹാലോചന നടത്തുവാൻ ദൈവം ഇടയാക്കി. ഇങ്ങനെ 14 വയസ്സ് അമ്മയ്ക്കും 30 വയസ്സുള്ള അച്ഛനും. ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഈ കുടുംബ ബന്ധത്തിൽ ഞാൻ 3ാമനായി ജന്മം കൊണ്ടു. 16 വയസ്സിൽ എൻ്റെ അമ്മ ആദ്യത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തു. മലയോര കുടുംബം എന്ന നിലയ്ക്ക് അന്ന് വനം വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്ന കാലം. ജീവിതപാതയിൽ ഒരുപാട് കഷ്ടങ്ങളും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഇല്ലായ്മകളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഞാനൊക്കെ ജനിച്ച ഏതാണ്ട് 1962 കാലഘട്ടത്തിലാണ്. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള 30 വർഷക്കാലം അതിഭീകരമായ ദാരിദ്ര്യമായിരുന്നു ഇന്ത്യ രാജ്യത്ത് എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലും അത് ധാരാളമായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ. ഇതിന് പാത്രമായി തീർന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അന്ന് സന്തതി നിയന്ത്രണമൊന്നും അത്ര കാര്യക്ഷമമല്ലായിക കൊണ്ട് 10ഓളം മക്കൾ ജനിക്കുകയും 12 മക്കൾ ജനിക്കുകയും 2 ആൾ മരിച്ചു പോവുകയും 10 ആൾ ജീവിക്കുകയും ചെയ്തു. എന്നാൽ ചെറുപ്പത്തിലെ ദാരിദ്ര്യം ഞങ്ങളെ വലിയ ദുഃഖത്തിലാക്കി. ഞങ്ങളെ വീട്ടിൽ തന്നെ കാവും അമ്പലവുമായി 14 ദൈവങ്ങളെ സേവിക്കുന്ന ഒരു കോവിലുണ്ടായിരുന്നു. പക്ഷേ കഷ്ടവും ദാരിദ്ര്യവും ദുഃഖവും നിറഞ്ഞ ജീവിതത്തിൽ ഈ കഷ്ടത്തിന്റെ നടുക്ക് മാസാമാസം അല്ലെങ്കിൽ ആഴ്ചയിലും മാസത്തിലും നടത്തുന്ന പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടി അപ്പൻ അധ്വാനിക്കുന്നതിന്റെ നല്ല ഭാഗം ചെലവാക്കണം. മക്കളുടെ പട്ടിണി മാറ്റുവാൻ സാധിക്കുന്നില്ല. മക്കളുടെ പട്ടിണി മാറ്റുവാനാണ് അച്ഛൻ പലപ്പോഴും ഈ പൂജാതി കർമ്മങ്ങളും മന്ത്രതന്ത്രാദികളും ബ്രാഹ്മണരെ കൊണ്ടുവന്ന് പല കർമ്മങ്ങളും നിർവഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഒരു ഹൈന്ദവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രശ്നക്കാരെടുത്തു പോകുമ്പോൾ ദേവി കോപമാണ്, ദേവന്റെ കോപമാണ് എന്ന് പറയും. അതിന് പ്രതിക്രിയയായി പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കും. ഏത് ഹോമം നടത്തുമ്പോഴും ആദ്യം ഗണപതി ഹോമം നടത്തണം. പിന്നെ അതിനുശേഷം ഒരുപാട് സെലക്ട് ചെയ്യപ്പെടും. പക്ഷെ ഇതൊന്നും നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി എന്റെ പിതാവിനോ മാതാവിനോ ഉണ്ടായിരുന്നില്ല. ഈ 12 മക്കൾക്ക് ജന്മം കൊടുത്ത എന്റെ മാതാവ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതോടുകൂടെ കഠിനാധ്വാനം ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഏതാനും എൻ്റെ 6ഓ 7ഓ വയസ്സുള്ള കാലത്ത് എൻ്റെ പിതാവ് ഒരു വശം വാതരോഗത്താൽ തളർച്ച അധിക്കുകയും കൂലിപ്പേക്കുഴു എന്ന പോലെ അല്ലെങ്കിലും ഒരു കൈയില്ല, ഒരു വശത്തിന് തളർച്ച ബലഹീനതയും കൂടെ വന്നതോടുകൂടെ പിതാവ് ജോലി ചെയ്യുവാൻ കഴിയാത്തവനായി. എൻ്റെ അമ്മ 7 വർഷം കഴിയുമ്പോൾ പ്രസവിക്കും. അതോടുകൂടെ എസ്റ്റേറ്റിലാണ് സ്ഥിരമായി ജോലിക്ക് പോയിരുന്നത്. അന്നത്തെ കാലത്ത് കഠിനമായ ജോലി. രാവിലെ 6 മണിക്ക് ഓടണം, എന്നാലേ 7 മണിക്ക് എസ്റ്റേറ്റിലെത്തുള്ളൂ. എൻ്റെ ഓർമ്മയിൽ അമ്മയ്ക്ക് 1 രൂപ 10 പൈസയാണ് കൂലി. ഈ 1 രൂപ 10 പൈസ കൊണ്ട് കൂലി കിട്ടിയിട്ട്
ഈ 8-10 അംഗങ്ങളുടെ ഒരു കുടുംബത്തെ പോറ്റുക എന്നുള്ളത് വലിയ കഷ്ടപ്പാടും ദുരിതവുമായിരുന്നു. കുഞ്ഞനാളിലെ ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തോ എനിക്ക് അങ്ങനെ ആയിരുന്നു എന്റെ കാഴ്ചപ്പാട്. ഞാൻ കുറിച്ച് ചിന്തിച്ചു, പ്രകൃതിയെക്കുറിച്ച് ചിന്തിച്ചു, ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷേ എല്ലാറ്റിനും ദുഃഖമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. 14 വയസ്സിൽ എന്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു പോയി, എന്തിനു നിങ്ങൾ ഇത്ര മക്കളെ ജനിപ്പിച്ചു? മറ്റുള്ളവരൊക്കെ ചില കുടുംബാസൂത്രണങ്ങൾ വരുത്തിയില്ല. കാരണം പട്ടിണിയായിട്ട് ഒരു നേരത്തെ ആഹാരം പോലും വയറ് നിറച്ച് തരുവാൻ കഴിയാതെ എന്റെ അമ്മ കരയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. രണ്ടാമത് അല്പം ഭക്ഷണത്തിന് ചോദിച്ചാൽ തരുവാൻ കഴിയാതെ അല്പ സങ്കടത്തോടെ എന്നോട് കോപിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളും ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എന്റെ അമ്മയെ കാണുവാനായി ഞാൻ ഇപ്പോൾ 40 കിലോമീറ്റർ അകലെയാണ് അമ്മ താമസിക്കുന്നത്. പെങ്ങളടുത്താണ്, ഒരു വിശ്വാസിയായ പെങ്ങളുണ്ട്, അവളടുത്താണ്. എന്തോ പറഞ്ഞു വന്നപ്പോ ഞാൻ ഈ കഥ അമ്മയെ ഒന്ന് ഓർപ്പിച്ചു. പട്ടിണി കിടക്കുന്ന കാലത്ത് ഒരു പാത്രത്തിന്റെ ചുവട്ടിൽ, അടുപ്പിന്റെ ചുവട്ടിൽ ഈ 8-10 മക്കളുമായി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ചെറുതാണ്. 2 വയസ്സിന്റെ കഷ്ടിച്ചകലം. ഇപ്പൊ 10 മക്കളെന്ന് പറയുമ്പോൾ അധികം പ്രായമൊന്നും എല്ലാവർക്കും ആയിട്ടില്ല. പക്ഷെ ഈ ഒരു നേരത്തെ ആഹാരം വയറ് നിറച്ചില്ലാത്തതിന്റെ ഫലമായി ദയനീയമായി ഞാൻ അമ്മയുടെ മുമ്പിൽ അമ്മയുടെ ശ്രദ്ധ തിരിച്ച് പാത്രം നീട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ അമ്മ അല്പം കൂടെ അതിനകത്തിട്ട് തരും. ചിലപ്പോൾ അമ്മയുടെ മൂഡ് ശരിയല്ലെങ്കിൽ അമ്മ കോപിക്കും. അമ്മ പറയും, മോനെ എവിടുന്നാണ് തരേണ്ടത്? ഇത്രയും പാത്രത്തിൽ ഇനിയും വിളമ്പണ്ട്, ഞാൻ എവിടുന്നാണ് തരേണ്ടത് എന്ന് പറയും. ഞാൻ ആകെ സങ്കടപ്പെടും. ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന അച്ഛന്റെ കട്ടിലിന്റെ അടിയിലാണ്. അവിടെ കിടന്ന് കരയും ഒറ്റയ്ക്ക്. ഇതായിരുന്നു എന്റെ കുഞ്ഞനാളിലെ ജീവിതം. പട്ടിണിയും പാരിവട്ടവും ദുഃഖവും ദുരിതവുമായി 6ാം ക്ലാസ് വരെ കഷ്ടിച്ച് വിദ്യാഭ്യാസം പോകും. 7ലേക്ക് ജയിച്ചെങ്കിലും എന്നെ സ്കൂളിൽ പോകാൻ ആരുമില്ല, പുസ്തകം വാങ്ങിത്തരുവാൻ ആരുമില്ല. ഒരു ഷർട്ടും ഒരു നിക്കറുമാണ് അച്ഛൻ വാങ്ങിത്തരിക. അതുകൊണ്ട് വേണം ഒരു കൊല്ലം മുഴുവനും കഴിയുവാൻ. പലപ്പോഴും കീറിയതിട്ടിട്ട് പോകുക നാണക്കേടായതിന്റെ ഫലമായി ഞാൻ എന്ത് ചെയ്തു? 6ാം ക്ലാസ്സിൽ വെച്ച് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂലിപ്പണിക്ക്. അന്നേരം നിങ്ങൾ ചോദിക്കും, 6ാം ക്ലാസ് കഴിഞ്ഞിട്ട് കൂലിപ്പണിക്കോ? അതെ, 12 വയസ്സ് എനിക്ക് അന്നായിരുന്നു. 12 വയസ്സിൽ 35 ഏക്കർ തോട്ടമുള്ള, കശുമാവിൻ തോട്ടമുള്ള ഒരു യാക്കോബായ കുടുംബത്തിൽ ഞാൻ കൂലിപ്പണിക്ക് പോയി അണ്ടി പെറുക്കുക, കശുവണ്ടി പെറുക്കുകയായിരുന്നു ഈ 12 വയസ്സിലെ തൊഴിൽ. രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6:30-7 മണി വരെ പണി. 1.5 രൂപ കൂലി കിട്ടും. അമ്മയ്ക്കൊരു താങ്ങാണ്, ഒരാശ്വാസമാണ്. എന്റെ ചേട്ടനും വയറ് നിറച്ച് ഭക്ഷണമില്ല ഇയാൽ എന്റെ ചേട്ടൻ 12 വയസ്സിൽ നാട് വിട്ടുപോയി. ഏതോ സ്ഥലത്ത് പോയി. അവൻ ഏതോ ഞങ്ങളുടെ നാട്ടിൽ ചേട്ടന്മാരെന്ന് പറയും ക്രിസ്ത്യാനികളെ, അവരുടെ വീട്ടിൽ പോയി കന്നുകാലിയെ നോക്കുവാൻ നിന്നാൽ വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമല്ലോ. അതുകൊണ്ട് ചേട്ടൻ വീട് വിട്ടുപോയി. പിന്നെ ഒരു ചേച്ചിയാണ്, ഒരു പെൺകുട്ടിയാണല്ലോ, അവൾക്കെങ്ങും പോകുവാൻ കഴിവില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ 1.5 രൂപയ്ക്ക് കൂലി വാങ്ങി 6 ദിവസം പണിയെടുത്താൽ 9 രൂപ. 7ാമത്തെ ദിവസം ഞായറാഴ്ചയും കൂടി പണിയെടുത്താൽ 10.5 രൂപ. ഞാനതിൽ ആണ് ആ സ്ഥലം വരെ പോവുക. 5 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അവിടം വരെ പോയി ഞാൻ ഈ 50 പൈസ കൈവച്ചിട്ട് ബാക്കി 10 രൂപ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും. ഇങ്ങനെയായിരുന്നു എന്റെ കുഞ്ഞനാളത്തെ ജീവിതം. അങ്ങനെ എന്റെ ജീവിതത്തിൽ പട്ടിണിയും പാരിവട്ടവും കഷ്ടപ്പാടുമായ കുഞ്ഞനാളിലെ ജീവിതം. ഇപ്പോഴും ഞാൻ ചിന്തിച്ചു, ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ ദൈവം ആരാണ്? ദൈവം എവിടെയാണ്? എന്റെ വീട്ടിൽ തന്നെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ പലപ്പോഴും പൂജകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ദൈവത്തെ അന്വേഷിക്കും. പക്ഷെ അതൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയമായി മനസ്സിലാക്കി. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കാണുവാനോ അറിയുവാനോ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്തവണ്ണം പല മതാചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. അതിനപ്പുറം കഴിഞ്ഞൊന്നുമില്ല. ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല.
ഒരിക്കലും ഭവനത്തെ സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. കോപിഷ്ഠനായ എന്റെ പിതാവ് പലപ്പോഴും മാതാവിനെ തല്ലുന്നത് കണ്ട് വേദനപ്പെട്ടും ഉള്ളം കലങ്ങിയും പലപ്പോഴും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി രണ്ടുക്കത്തും പിടിച്ച് അമ്മ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കുന്നതും അപ്പൻ തല്ലി മടക്കിക്കൊണ്ടുവരുന്നതും വളരെ വേദനാജനകമായ ദുഃഖപൂർണമായ ജീവിതപാത കണ്ട് പലപ്പോഴും ഞാൻ കുഞ്ഞു നാളിൽ ഏകനായി കുത്തിയിരുന്ന് കരയുമ്പോൾ പലപ്പോഴും ചിന്തിച്ചു പോയി, ദൈവം എവിടെ? ദൈവം ആരാണ്? ദൈവം എങ്ങനെയുള്ളവനാണ്? ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും കേൾക്കുന്നില്ലേ? അല്ലെ, ഞങ്ങൾ ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല? സത്യം പറഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടിയില്ല. കൗമാരം വന്നു, യൗവനത്തിലേക്ക് വേഗം ഓടിയെടുത്തു. കഠിനാധ്വാനം കൊണ്ട് വീട്ടിലെ ദാരിദ്ര്യം മാറ്റാമെന്ന് വിചാരിച്ച് ഞാൻ രാവും പകലും വേല ചെയ്തു, കഠിനാധ്വാനം ചെയ്തു. ഒന്നും രണ്ടും പണികളല്ല, അനവധി അധ്വാനങ്ങൾ ഞാൻ ചെയ്തു. കൃഷിപ്പണി മാത്രമല്ല, മരം കയറൽ, കയ്യാല കെട്ടൽ, തറകെട്ടൽ, കരിങ്കല്ലിന്റെ പണി, കോറയിലെ പണി എന്ന് തുടങ്ങി സർവമാന പണികളും ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ എങ്ങനെയെല്ലാം കഠിനാധ്വാനം ചെയ്തിട്ടും വീട്ടിലെ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുവാൻ കഴിഞ്ഞില്ല. വളർന്നു വരുമ്പോൾ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിക്കണം, വീട് മര്യാദക്കില്ല, വളരെ ചെറിയ പുൽമാടങ്ങളെ പോലുള്ള വീടുകളാണ്. ആ കാലത്ത് മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ചുരുക്കം പേർക്കേ ഓടിട്ട വീട് പോലുമുള്ളൂ. എന്നാൽ ജീവിതപാതയിൽ നേരിട്ട പലപതി കഷ്ടങ്ങളുടെ നടുവിൽ നിരാശനും ദുഃഖിതനുമായി വളർന്നെങ്കിലും യൗവനത്തിലേക്ക് വന്നപ്പോൾ ആ യൗവനത്തിൽ നിന്ന് ഞാനും അല്പസ്വല്പം ലോകത്തിന്റെ ഇമ്പങ്ങൾ അനുഭവിക്കേണ്ടതാണെന്ന് വിചാരിച്ചു. അല്പസ്വല്പം ലോകസുഖം തേടി. ലോക ഇമ്പങ്ങൾ, സിനിമ, അതിനോടനുബന്ധിച്ചുള്ള മാസികകൾ, മറ്റ് മദ്യപാനം, പുകവലി, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, ഇതെല്ലാം തൊട്ടു നോക്കിയെങ്കിലും ഇതൊന്നും ഞാൻ മുൻപോട്ട് കൊണ്ടുപോയില്ല. ജീവിതപാതയിൽ എൻ്റെ 23-ാമത്തെ വയസ്സിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്യേണ്ടി വന്നു. 24-ാമത്തെ വയസ്സിൽ തികയുന്നെന്നും 23 വയസ്സിൽ. ജ്യേഷ്ഠൻ അപ്പോഴേക്കും വീട് വിട്ടുപോയി. ഒരു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, തൊട്ട് താഴത്തെ പെൺകുട്ടിയുടെ കല്യാണവും കഴിഞ്ഞു. നാലാമതായി എൻ്റെ വിവാഹവും നടന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അനവധി സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ സ്വപ്നങ്ങളെല്ലാം കേവലം 8 മാസം കൊണ്ട് തകർന്നടിഞ്ഞു. കഠിനാധ്വാനം ചെയ്യുന്ന കൂട്ടത്തിൽ അന്ന് മരം മുറിക്കലായിരുന്നു പണി. എല്ലാതരം പണികളും എടുക്കും. ഒരു ദിവസം പോലും ലീവ് ഉണ്ടാവുകയില്ല. ഒരു ദിവസം പോലും ലീവില്ലാതെ പണിയെടുക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഞങ്ങളൊരു ടീമായിട്ട് തന്നെ ജോലിക്ക് പോകുമായിരുന്നു. കാരണം ഒരു പണിയും വിടുകയില്ല. എല്ലാ പണികളും ഞങ്ങൾ മാറി മാറി ചെയ്യും. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ആ ഭാഗം കെയർ ചെയ്യും. ശരിക്കു പറഞ്ഞാൽ 1986 85 മെയ് മാസം 22 എൻ്റെ വിവാഹം കഴിയുകയും 86 മാർച്ച് മാസം 8-ാം തീയതി കേവലം 9 മാസം പോലും തികയുന്നതിന് മുമ്പേ മുറിച്ച മരം മറുകുറ്റി വീഴുകയും, പകുതി വെച്ച് മുറിച്ചതാണ്, അത് പിടിക്കാൻ തടി മാത്രമല്ലാതെ മറ്റൊന്നുമില്ല. അതിവേഗം തീർക്കുവാൻ വേണ്ടി വൈകുന്നേരം കൊണ്ട് തീരേണ്ട പണി ഉച്ച കൊണ്ട് തീർത്ത് ഒരു ഓവർ ടൈം പണി, മറ്റൊരു പണി എടുക്കണം. കാരണം എൻ്റെ ഭാര്യ അപ്പോൾ 4 മാസം ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് അവർ ഒരു ഹോർലിക്സിന് പറഞ്ഞു. ശരീരം ക്ഷീണാവസ്ഥയിലാണ്, അവളും ദരിദ്ര കുടുംബമാണ്, കൂലിപ്പണിക്ക് പോകുന്ന കുടുംബമാണ്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും വിവാഹം നടക്കുവാൻ കാരണമായി തീർന്നതും. എന്നാലും ഹോർലിക്സിന് പറഞ്ഞതിന്റെ ഫലമായി കൂലിപ്പണിയെടുക്കുന്ന എനിക്ക് എൻ്റെ കുടുംബം നോക്കണം, അതുകൂടെ അവളുടെ കാര്യം നോക്കണം, എൻ്റെ കടബാധ്യതകളും മറ്റു ബാധ്യതകളും ഒക്കെ പരിഹരിക്കണം. അതുകൊണ്ട് കൂലിപ്പണിയെടുത്തിട്ട് ഹോർലിക്സ് വാങ്ങുവാൻ കഴിവില്ല. അതുകൊണ്ട് ഡബിൾ പണിയെടുക്കുവാനായി, ഉച്ച കഴിഞ്ഞ് മറ്റൊരു പണി എടുക്കുവാനായി അത്യധ്വാനം ചെയ്ത് 12 മണിയാവുമ്പോഴൊക്കെ ചെയ്യുന്ന ജോലി ചെയ്ത് പൂർത്തീകരിച്ച് ഉച്ച കഴിഞ്ഞൊരു ചുമടിന്റെ പണിക്ക് പോകുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുകയായിരുന്നു. അവസാനത്തെ മരത്തിൽ നിന്ന് മറുകുറ്റി വീണാണ് ഞാൻ ഈ രൂപത്തിലായി തീർന്നത്. വീണപാടെ ഞാൻ എൻ്റെ ശ്വാസം നിലച്ചതുപോലെയായി. എൻ്റെ നട്ടെല്ല് പൊട്ടി, സ്പൈനൽ കോഡ്
മുറിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി. രണ്ടുപേർ വന്ന് എന്നെ എടുത്ത് കുടഞ്ഞു കളഞ്ഞു. ഓടി വന്ന് രണ്ടുപേർ അപ്പുറത്തുനിന്ന് ഓടി വന്ന്, ഒന്നും മിണ്ടുവാൻ കഴിയാത്ത എന്റെ ജീവിതത്തിൽ എന്നെ എടുത്ത് കുടഞ്ഞതോടുകൂടെ എന്റെ സ്പൈനൽ കോഡ് വേർപെട്ടു പോവുകയും എന്റെ അരക്ക് താഴ്വശം ചലനമറ്റു പോവുകയും ചെയ്തു. ഒരു വിധത്തിലും തൊട്ടാലോ പിടിച്ചാലോ മുറിച്ചാലോ അറിയാത്ത വിധം അരക്ക് താഴ്വശം ചലനമറ്റുപോയി. ഈ ചലനമറ്റ അവസ്ഥയിൽ മരണവേദന അനുഭവിക്കുമ്പോൾ എന്നെ ആരോ കൂടെ ഉണ്ടായിരുന്ന പണിക്കാരനും കൂട്ടുകാരനും അടക്കം മുതലാളിയെ വിവരം അറിയിക്കുകയും എന്നെ ജീപ്പിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലെത്തിയ അയാൾ 1-2 പരിശോധന കഴിച്ചിട്ട് പറഞ്ഞു, ഉടൻ മെഡിക്കൽ കോളേജിലേക്ക് വിടൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് യാത്ര ചെയ്തെത്തുമ്പോൾ തന്നെ എന്റെ നടുവിന് കോടാലി കൊണ്ട് വെട്ടിമുറിക്കുന്ന വേദനയാണ്. നട്ടല് പൊട്ടിയ മനുഷ്യന്റെ വേദന അനുഭവിച്ചറിഞ്ഞു. ഇനി ഞാനാണ് കണ്ടിന്യൂ ഛർദിക്കാൻ തുടങ്ങി. വീണ മരം എന്റെ തലക്കടിച്ചു പോയതിന്റെ ഫലമായി, തലയൊട്ടിക്ക് ചലനമുണ്ടായതിന്റെ ഫലമായി നിർത്താതെ ഛർദി. 24 മണിക്കൂർ നേരം ആ ഛർദി തുടർന്നു. ശരിക്കും മെഡിക്കൽ കോളേജിൽ 22 ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അവിടുന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. അവർ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യുകയാണ്. എന്റെ ജ്യേഷ്ഠന മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ അടുത്ത് പോയി, ഇവന്റെ അവസ്ഥ എന്താണ്, ട്രീറ്റ്മെന്റ് ഒന്നും കാര്യമായിട്ടില്ല, വേദന മാറുവാൻ തക്കവണ്ണം 5 ദിവസത്തേക്ക് ഈ 2 ഗുളിക തന്നു, 3 ദിവസം ഇഞ്ചക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ കാര്യമായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ 6ാം ക്ലാസ് പഠിച്ചപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായില്ല. പകുതി ചലിക്കുന്നില്ല, പകുതി ചലനമില്ലാത്ത അവസ്ഥയിലായി പോയി. ഈ അവസ്ഥയിൽ നിന്ന് ഡോക്ടറോട് ചേട്ടൻ പോയി ചോദിച്ചു നോക്കൂ. മൂത്ത ചേട്ടനാണ്. ചേട്ടൻ പോയി ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ആരാണ്? എല്ലാ കാര്യവും തുറന്നു കിട്ടാൻ വേണ്ടി പറഞ്ഞു, ഞാൻ സ്നേഹിതനാണ്. അപ്പൊ പറഞ്ഞു, ആ മോഹന്റെ കാര്യം അവനെ ഡോക്ടർ പരിഗണിക്കാത്തതിന്റെ ഫലമായി അവൻ വലിയ ദുഃഖത്തിലാണ്. എന്താണ് ഡോക്ടർ അവനെ ശ്രദ്ധിക്കാത്തത്? അവന് ഡോക്ടർ വാർഡിന്റെ വാതിക്കൽ വരെ വന്ന് അസിസ്റ്റന്റിനോട് ചോദിച്ചാലേ ഹൗസ് സർജന്മാരോട് ചോദിച്ചിട്ട് പോകും. ഇത് കാണുമ്പോൾ ഞാൻ ആകെ വേദനയിൽ വിഷമത്തിലായി. ഡോക്ടർമാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അവസാനം ആ മനുഷ്യൻ ആ ഡോക്ടറിന്റെ ചേട്ടനോട് പറഞ്ഞു, സ്നേഹിത, ആ മനുഷ്യന്റെ മേലെ എനിക്കൊന്നും ചെയ്യാനില്ല. അരക്ക് താഴെ തളർന്നു പോയ സ്പൈനൽ ഇഞ്ചുറി സംഭവിച്ച മനുഷ്യർക്ക് വൈദ്യശാസ്ത്രത്തിൽ ഒന്നും ചെയ്യുവാനില്ല. പിന്നെ ആ വാർഡിലുള്ള 6 കേസുകൾ ഞാൻ ഉപേക്ഷിച്ചതാണ്. 2-3 മാസം കിടക്കട്ടെ, പിന്നെ വീട്ടിലേക്ക് മറിഞ്ഞു വിടാം. മെഡിക്കൽ കോളേജ് അല്ലേ, ആർക്കും കിടക്കാം. ഈ വൈദ്യശാസ്ത്രത്തിൽ ഞാൻ പഠിച്ചെടുത്തോളം ഒരു ചികിത്സയും ഇതിനു വേണ്ടി കണ്ടെത്തിയിട്ടില്ല. ഇത് കേട്ട എന്റെ ചേട്ടായി സ്തംഭിച്ചു പോയി. എന്റെ അടുക്കൽ വന്ന് കട്ടിലിൽ കുറെ നേരം മൗനമായിരുന്നു. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ദുഃഖിതനായിരിക്കും ചേട്ടനോട് ചോദിച്ചു, പറയൂ, എന്ത് ഡോക്ടർ പറഞ്ഞു? പക്ഷേ ചേട്ടൻ കുറെ നേരം മിണ്ടാതിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ആ സത്യം പറഞ്ഞാൽ നീ കരയുമോ, നീ വിഷമിക്കുമോ? ഞാൻ പറഞ്ഞു, പറയൂ, എന്തായാലും സഹിക്കല്ലാതെ നിവൃത്തിയില്ല. ചേട്ടൻ ആ സത്യം പറഞ്ഞു. ഡോക്ടർമാർ കൈയൊഴിഞ്ഞിരിക്കുകയാണ്, നമ്മളെ ഒന്നും ചെയ്യുവാനില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കാലോ കയ്യോ ഒന്നും ഇടുന്നതല്ല, നട്ടലിലെ സ്പൈനൽ കോഡ് പരിച്ഛേദം വേർപെട്ടു പോയിരിക്കുന്നു. അതിനൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് കേട്ട ഞാൻ, എന്റെ പ്രിയമുള്ളവരെ, ഇത് കേട്ട ഞാൻ തകർന്ന് തരിപ്പണമായി പോയി. ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ 8 മാസം മുമ്പേ വിവാഹം കഴിഞ്ഞ് 4 മാസം ഗർഭിണിയായ എന്റെ ഭാര്യയെ ഓർത്തപ്പോൾ തീരാ ദുഃഖത്തിൽ ഞാൻ നിലവിളിക്കുവാൻ തുടങ്ങി. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. ചീട്ടുകൊട്ടാനും പോലെ തകർന്നു വീണ എന്റെ ജീവിതത്തിൽ ഇനി ഒരു ആശയ്ക്ക് വകയില്ല. നിരാശയിലേക്ക് ഞാൻ കൂപ്പുകുത്തി വീണു. അവിടെ മുതൽ കരയുവാൻ തുടങ്ങി. ആർക്കും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞങ്ങളെ കുടുംബ ഡോക്ടറായി പരിചയമുള്ള ബാലഗോപാലൻ ഡോക്ടർ മരിച്ചുപോയി. അദ്ദേഹം എന്റെ അമ്മ പോയപ്പോൾ പറഞ്ഞു, എന്റെ ഒരു സ്നേഹിതൻ ബി കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട് തൃശ്ശൂര് എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ. അമേരിക്കയിൽ ഉപരിപഠനം കഴിഞ്ഞ ആളാണ്, ഓർത്തോ സർജനാണ്, മെഡിക്കൽ കോളേജിൽ റിട്ടയർഡായ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ ശുപാർശ ചെയ്യുന്നു. ദയവായി നിങ്ങൾ പറ്റുമെങ്കിൽ ഞാൻ കത്ത് തരാം, അദ്ദേഹത്തിന്റെ കൊണ്ടുപോവുക. അങ്ങനെ എന്നെ 22 വർഷത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്റെ അളിയന്മാരും ചേട്ടനുമൊക്കെ എന്നെ തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷൻ കഴിഞ്ഞു. അവിടുന്ന് ആ ഡോക്ടർ എന്നെ വളരെയധികം കാര്യമായി പരിഗണിച്ചു. ചെയ്യാവുന്ന സകലവിധ ട്രീറ്റ്മെന്റും അദ്ദേഹം ചെയ്തു.
അവസാനം 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ഡിസ്ചാർജ് ചെയ്യുവാൻ തീരുമാനിച്ചു. ഡിസ്ചാർജിന്റെ തലേന്ന് എന്നെ അടുക്കൽ വന്നിട്ട് എന്റെ അടുക്കൽ നിന്ന് എന്നോട് എന്നെ ബാക്ക് റെസ്റ്റിന്റെ സഹായത്തോടെ, അപ്പോഴേക്ക് 3 മാസമായി, ചാരി ഇരുത്തിയിട്ട് എന്റെ പുറം തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ മോഹന, നിന്റെ യഥാർത്ഥ സ്ഥിതി ഞാൻ നിന്നോട് പറയട്ടെ. ഞാൻ വളരെ സാഹൂതൻ ഡോക്ടറുടെ മുഖത്തേക്ക് വിളിച്ചു നോക്കി. ഡോക്ടർ പറഞ്ഞു, മോനെ, നിന്റെ സ്പൈനൽ കോഡ് പരിച്ഛേദം വേർപെട്ടു പോയിരിക്കുന്നു. ഓപ്പറേഷനിൽ എനിക്കത് മനസ്സിലായി. വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യുവാൻ നിവൃത്തിയില്ല. എവിടെ കൊണ്ടുപോയാലും ഈ സ്പൈനൽ കോഡ് യോജിപ്പിക്കാനുള്ള മാർഗം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ഈശ്വരൻ നിന്നോട് കരുണ കാണിക്കട്ടെ. ഒരു ഹൈന്ദവനായ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ലാസ്റ്റത്തെ 15 ദിവസത്തെ ഫീസ് വാങ്ങാതെ കണ്ണുനീരോടെ അദ്ദേഹം യാത്രയായി. അദ്ദേഹം കരയുന്ന ആ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ ജീവിതം തീർന്നു. ഞാൻ അതുവരെ, പ്രിയമുള്ളവരെ, വൈദ്യശാസ്ത്രത്തെ പ്രതീക്ഷ വെച്ചിരുന്നു. വൈദ്യശാസ്ത്രം എന്നെ രക്ഷിക്കും അല്ലെങ്കിൽ സഹായിക്കും. കാരണം ഇത്രമാത്രം വികാസം പ്രാപിച്ചൊരു വൈദ്യശാസ്ത്രം നമുക്കുണ്ട്. അതിൽ ഞാൻ പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷെ ആ വൈദ്യശാസ്ത്രവും കൂടെ കൈവിട്ടതോടുകൂടെ എന്റെ ജീവിതം തീർന്നു. അങ്ങനെ ആശുപത്രി ജീവിതം 3 മാസം 4 മാസം അപ്പോഴേക്കായി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പാവപ്പെട്ട ഭവനമാണെന്ന് പറഞ്ഞില്ലേ, ഒരു വീൽ ചെയർ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഭവനമല്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ ആ തിണ്ണയിൽ കൊണ്ടുപോയി കിടത്തി. അന്ന് രാത്രി നാട്ടുകാരൊക്കെ ഒരു യോഗത്തിന് വന്നതുപോലെ ആൾക്കാർ വന്നുകൂടി. അവരൊക്കെയും എന്റെ മുഖത്ത് നോക്കി കരഞ്ഞു. എന്റെ കണ്ട മാത്രമേ, ഞാൻ മദ്യപാനമില്ല, പുകവലിയില്ല, മറ്റുള്ള ലോകപാപങ്ങളിൽ പലതും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു നല്ല കുട്ടിയായി ജീവിക്കാനും ഒരു ഭക്തനായി ജീവിക്കാനും ജീവിതപാതയിൽ ഏറെക്കുറെ ആഗ്രഹിച്ച ഒരു വ്യക്തി, കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തിയ ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കലി ഇപ്പോ ഇതാ ഇങ്ങനെയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചതിന് തുല്യം ആയി തീർന്നിരിക്കുന്നു. പക്ഷെ ഞാൻ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പൊട്ടിക്കരയുകയാണ്. ഞാനും അവരെ കൂടെ കരഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതുവരെ താമസിച്ചുകൊണ്ടിരുന്ന, ഒറ്റയ്ക്ക് താമസിച്ച ഒരു ഷെഡ് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ആ ഷെഡിലാ എന്റെ അച്ഛന്റെ കട്ടിൽ ഒടിഞ്ഞു പോയതിന്റെ ഫലമായി, ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ അളവ് അത്ര വലുതായിരുന്നു. എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ആകെ ഉണ്ടായിരുന്ന അമ്മായിയപ്പൻ കിടന്ന ആ കട്ടിൽ കൊണ്ടുവന്നു. ആ കട്ടിലിൽ എന്നെ കൊണ്ടുവന്ന് കിടത്തി. ആ ഷെഡിൽ ഞാൻ ഓലയുണ്ട് മേഞ്ഞ ഒരു ഷെഡിൽ ഞാൻ കിടന്നു. ഞാൻ ഇന്ന് കേരളത്തിലൊക്കെയും അന്വേഷിക്കും, എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു വീട് കാണുമോ എന്ന്. പക്ഷെ എവിടെയും കേരളത്തിൽ കാണുവാനില്ല. മറ്റ് സ്റ്റേറ്റിലുണ്ടാകും, പക്ഷെ കേരളത്തിൽ ഇല്ല. പ്രിയമുള്ളവരെ, ഈ കഷ്ടതയുടെ നീരാളിപ്പിടുത്തത്തിലായപ്പോൾ ഞാൻ സമാധാനമില്ലാതെ 24 മണിക്കൂറും കരയുന്നവനായി. കാണുവാൻ വരുന്നവർ കരയുന്നു, കൂടെ ഞാനും കരയുന്നു. രാവും പകലും ഉറക്കമില്ലാത്തവനായി ആശുപത്രിയിൽ നിന്ന് ഉറക്കുളികളിൽ നിന്ന് ഉറക്കി വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ ഉറക്കമില്ല. എനിക്ക് ചിന്തകൾ ആയിരക്കണക്കിന് വന്നു, ഒന്നിനും ഉത്തരമില്ല. എന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് എവിടെയും ഉത്തരമില്ല. ഞാൻ അതുവരെ വിശ്വസിച്ച വിശ്വാസങ്ങളിലും അനവധി ദൈവങ്ങളിലും ഞാൻ മുറുകെ പിടിച്ചു. നിലവിളിക്കുവാൻ തുടങ്ങി. ഒരിറ്റാശ്വാസത്തിന് വേണ്ടി എന്റെ അപ്പനും അമ്മയും ഏറിയ പൂജാതി കർമ്മങ്ങളും മന്ത്രതന്ത്രാദികളും ചെയ്തോ മറ്റാരോ കൂടോത്രം ചെയ്തതിന്റെ ഫലമാണ് എനിക്കിങ്ങനെ സംഭവിച്ചെന്നുള്ള ദുർവർത്തമാനത്തെ പ്രതി എന്റെ അപ്പൻ കിട്ടിയതൊക്കെയും കൊണ്ടുവന്ന് ബ്രാഹ്മണർക്ക് കൊടുത്തു. അനവധി പൂജകൾ നടത്തി. പക്ഷേ ഫലം നാസ്തി. അപ്പൻ അരക്ക് കൊണ്ട് ജപിച്ച് അരക്ക് ഉറുക്ക് കെട്ടി. ആ ഉറുക്ക് കെട്ടിയിടം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഭ്രാന്തനെ പോലെ ഞാനത് പൊട്ടിച്ചെറിഞ്ഞു. കാരണം ഞാൻ ശരിക്കും ഒരു ഭ്രാന്തനെ പോലെയായി. സമാധാനമില്ലാതെ കോപാക്രാന്തനായി. ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു പിശാചായി ഞാൻ മാറി. ഈ അവസ്ഥയിൽ കടന്ന് എരിപിരി കൊള്ളുമ്പോൾ മലമൂത്ര വിസർജനം പോലും നിവൃത്തിയില്ലാത്തൊരു മനുഷ്യൻ, സ്വന്തം ജ്യേഷ്ഠൻ കൂലിപ്പണി കഴിഞ്ഞു വന്ന് എന്നിട്ട് വേണം ഇത് ചെയ്യുവാൻ. സങ്കല്പിക്കുവാൻ കഴിയില്ല, വയറ്റിൽ നിന്ന് പോകയില്ല. സ്വന്തം ജ്യേഷ്ഠൻ കൈകൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ, മൂത്രം പോകണമെങ്കിൽ വയറിന്റെ അടുത്ത് വന്ന് 2 കൈ കൊണ്ട് പ്രസ് ചെയ്യണം, അപ്പോഴേ പാത്രത്തിൽ മൂത്രം പോകൂ. ചൂവിട്ടപ്പോൾ പഴുത്തെല്ലാം കൂടെ നാശമായി. അതിന്റെ ഫലമായി അതും സാധ്യമല്ല. വലത് കടന്നിടം പൊട്ടി വലിയ വ്രണമായി മാറി. ഇതും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ജീവനുമല്ല മരണവുമല്ല. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാൻ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ, എന്റെ അനുഭവവും യഥാർത്ഥമായ അവസ്ഥയുമാണിത്.
എന്നാൽ ഇന്ന് നിങ്ങൾ എന്നെ കാണുന്ന ജീവിതത്തിൽ എന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കൂ. ഞാൻ അനുഭവിക്കുന്ന സമാധാനം, ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന പ്രത്യാശ, ഞാൻ അനുഭവിക്കുന്ന ധൈര്യം, അത് ദൈവത്തിന്റെ മഹാകരുണയാ. ഇതിന്റെ ആഴം എന്തെന്ന് മനസ്സിലാക്കി തരുവാനാണ് ഞാനിത് നിങ്ങളോട് സാക്ഷിക്കുന്നത്. മറ്റൊന്നിനായിട്ടുമല്ല, അതെന്റെ പുകഴ്ചയോ മഹത്വമോ അല്ല. ഞാൻ തകർന്നവനും ഏതുമില്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായ മനുഷ്യനാണ്. ആ അവസ്ഥയിൽ കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി. രാത്രി ഉറക്കമില്ലാതിരുന്നാൽ, നിങ്ങൾക്കറിയാമല്ലോ, ഒരൊറ്റ രാത്രി ഉറക്കമില്ലാതിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരിതമായിട്ട് നിങ്ങളത് അനുഭവിക്കും. പകലത്തെ എല്ലാ ക്ഷീണവും സങ്കടവും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും മറന്നു പോകുന്ന ഒന്നാണ് ഉറക്കം. പക്ഷെ ആ ഉറക്കം നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ ഭ്രാന്തനല്ലാതെ മറ്റൊന്നും ആവുകയില്ല. ഞാൻ എന്റെ അമ്മയോട് കോപിക്കാൻ തുടങ്ങി, എന്റെ അപ്പനെ തെറി പറയുന്നവനായി മാറി. എന്റെ പെങ്ങളെ എന്റെ ജ്യേഷ്ഠായി ഉണ്ടാക്കിക്കൊണ്ടുന്ന ഒരു ബാക്ക് റെസ്റ്റിന്റെ സഹായത്തിൽ, ആ ബാക്ക് റെസ്റ്റ് വെച്ചാ ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത്. അതുപോലത്തെ ഒരു ബാക്ക് റെസ്റ്റ്, ആ ബാക്ക് റെസ്റ്റ് പൊക്കിയെടുത്ത് അവളെ ഇടിച്ചു കൊല്ലുവാൻ പോലും ഞാൻ ശ്രമിച്ചു. കാരണം ഞാൻ സമാധാനം നഷ്ടപ്പെട്ടവനാണ്, ഞാൻ സ്വസ്ഥത നഷ്ടപ്പെട്ടവനാണ്. എന്റെ ജീവിതത്തിൽ സമാധാനമില്ല. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. നാട്ടുകാരൊക്കെയും കോൺവോയ് പോലെ എന്നെ കാണുവാൻ വരുന്നു. എല്ലാവരും കണ്ണുനീർ തുടച്ചു പോകുന്നു. അമ്മച്ചിമാർ, സഹോദരിമാർ, ജോലി ചെയ്ത വീട്ടുകാർ, കുടുംബക്കാർ, ബന്ധുജനങ്ങൾ, നാട്ടുകാർ എല്ലാവരും വന്നു. ചാകുവാൻ പോകുന്ന, അല്ലെങ്കിൽ ദാരുണമാവണ്ണം അകപ്പെട്ടു പോയ എന്റെ ജീവിതത്തെ ഒന്ന് കാണുവാൻ, ഒരു നോക്ക് കാണുവാൻ. ആരോ മരിക്കുന്ന മുമ്പേ ആൾക്കാരെ പോയി കാണാറില്ലേ, അതുപോലെ. പക്ഷേ ആർക്കും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു കഠിനാധ്വാനി മാത്രമല്ല, കഴിയുമെങ്കിൽ ഒരു പരോപകാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പലപ്പോഴും മറ്റൊരാൾ പറഞ്ഞാൽ വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞ് കുളിക്കാൻ ചെല്ലുന്ന തോട്ടിന്റെ അടുത്ത് ഒരു ദേവകേച്ചിയുണ്ട്. ആ ദേവകി ചേച്ചി എന്നോട് പറയും, ഒരു തളയെടുത്തിട്ട് പറയും, മോനെ ഒരു 10-15 കവുങ്ങേ ഉള്ളൂ മോനെ, അതിൽ 5-8 മുകളിൽ അടക്കിയുണ്ട്, എല്ലാം ഭഗവാന് തിന്നു പോയി. ഓൻ അതൊന്ന് പറിച്ചതാ. സന്ധ്യ 6 മണിയായിട്ടായിരിക്കും. പക്ഷേ ആ അമ്മച്ചി പറയുമ്പോൾ നിഷേധിക്കുവാൻ കഴിയാതെ, കഠിനാധ്വാനവും കഴിഞ്ഞ് വന്ന് കുളിക്കാൻ ജോലിയിൽ വരുമ്പോഴാണ് ഈ അവസ്ഥ. അവർ കൊണ്ടുവന്ന തളയും വാങ്ങി ആ 10 കവുങ്ങിന്റെ മുകളിൽ കയറി ആ അടക്ക പറിച്ചു. അവരെന്തെങ്കിലും ചില്ലറ തരും. അങ്ങനെ അടക്കയും പറിച്ചു കൊടുത്തു. ഞാൻ കിടന്ന കിടപ്പിൽ ദേവിയേച്ചി കാണുവാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, അടക്കയൊക്കെ ആര് പറിക്കുന്നു ദേവിയേച്ചി? 4 മാസമായി ഞാൻ കിടക്കുന്നു. ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരച്ചിലായി. കൂടെ കണ്ടുകൊണ്ട് നിന്ന 100 കണക്കിന് മനുഷ്യരും പൊട്ടിക്കരച്ചിലായി മാറി. എനിക്ക് മനസ്സിലായി, എന്റെ ജീവിതം തീർന്നു. എന്റെ ജീവിതം ഇവിടെ അസ്തമിക്കാൻ പോവുകയാണ്. ഈ അസ്തമിക്കാൻ പോകുന്ന ജീവിതത്തിന് പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇങ്ങനെ നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മനുഷ്യൻ എന്നെ കാണുവാൻ വരുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് ഒരാൾ എന്നെ കാണുവാൻ വരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ബേബിച്ചേട്ടൻ എന്ന് വിളിക്കും. ഞങ്ങളെ അടുത്തുള്ള ചാക്കോച്ചേട്ടന്റെ മകളെ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് BC സെബാസ്റ്റ്യൻ, അല്ലെങ്കിൽ വാഴത്തറ ബേബി എന്ന് ഞങ്ങൾ വിളിക്കും. ആ മനുഷ്യനെ കാണുവാൻ വന്നിട്ട് എല്ലാരും കരയുന്ന പോലെ കരഞ്ഞില്ല. ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് കയറി വന്നു. അല്പ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ടാടാ? ഞാൻ പറഞ്ഞു, എന്റെ കാര്യം തീർന്നു, കണ്ടില്ലേ, എല്ലാം അവസാനിച്ച അവസ്ഥയിലാണ്. ഞാൻ ദുഃഖിതനാണ്, ഞാൻ നിരാശയിലാണ്. ഞാൻ എടുത്ത വായിലെ പറഞ്ഞു, ദൈവമില്ല. കാരണം അതുവരെ ഞാൻ ദൈവത്തെ 8 മാസക്കാലം വീണ് കിടന്നതിന് ശേഷം അതുവരെ വിശ്വസിച്ച വിശ്വാസ പ്രമാണത്തെ വീണ്ടും ഒന്നുകൂടെ മുറുകെ പിടിച്ചു. അപ്പൻ നേർത്ത കാഴ്ചകൾ നടത്തുന്നു, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു. ഞാൻ ഒന്നും കൂടെ മുറുകെ പിടിച്ചു, നിലവിളിക്കുവാൻ തുടങ്ങി. പക്ഷെ ഒരു ദൈവങ്ങളും ആശ്വസിപ്പിക്കാനില്ല. അവസാനം അവരെല്ലാം എങ്ങോട്ടോ അപ്രത്യക്ഷമായി. ദുസ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ കഴിയാത്ത ഞാൻ ജീവിതത്തിൽ എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലാണ്. അപ്പോഴൊക്കെ ഞാൻ നിരാശനായിരുന്നു. അതുകൊണ്ട് ഞാൻ നിരീശ്വരനായി. ഞങ്ങളുടെ നാട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈറ്റില്ലമാണ്. കണ്ണൂർ ജില്ല നിങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളെ അടുത്ത പാറപ്പുറത്താണ്, പിണറായിക്ക് അടുത്ത പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി രംഗപ്രവേശം ചെയ്തത് പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഇതിന്റെ അടുത്താണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്പ കമ്മ്യൂണിസ്റ്റ് ചായ ഉണ്ടായിരുന്ന എന്റെ ജീവിതത്തിൽ ദൈവമില്ല എന്ന് ഞാൻ പറയുവാൻ തുടങ്ങി. നിരാശനായി, നിരീശ്വരനായി. ഇനി ദൈവമില്ല,
എങ്ങനെയും കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. പക്ഷേ ബേബിച്ചേട്ടൻ വിട്ടില്ല. ബേബിച്ചേട്ടൻ പറഞ്ഞു, മോനെ അങ്ങനെ പറയരുത്. സാക്ഷാൽ സത്യദൈവത്തെ നീ അറിഞ്ഞില്ല. സാക്ഷാൽ സത്യദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് നീ ദൈവമില്ലെന്ന് പറയുന്നത്. ഇന്ന് വരെ നീ ആശ്രയിച്ചതും ആശിച്ചതും ഇത് സത്യമല്ലെന്ന് നിനക്ക് മനസ്സിലായി. പക്ഷെ യഥാർത്ഥ ദൈവമുണ്ട്, സത്യദൈവമുണ്ട്. ഞാൻ എടുത്ത വായിൽ ചോദിച്ചു, ആരാണത്? മുഖവരി ഒന്നും കൂടാതെ ബേബിച്ചേട്ടൻ ധൈര്യപൂർവ്വം പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു. ആരും അങ്ങനെ വെട്ടിത്തുറന്ന് പറയാറില്ല. കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത വായിലെ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടംപോലെ ചേട്ടന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ പാപങ്ങളും ചെയ്ത്, അന്നത്തെ കാലത്ത് എല്ലാ പാപങ്ങളും ചെയ്യും. മദ്യപാനമുണ്ട്, തമ്മിൽ തല്ലുണ്ട്, കൊലപാതകമുണ്ട്, പിടിച്ചുപറിയുണ്ട്. എന്റെ അപ്പന്റെ 3.5 ഏക്കർ സ്ഥലവും അപകരിച്ചത് അന്നത്തെ ക്രിസ്ത്യാനികളാ. ഇന്നത്തെ ക്രിസ്ത്യാനികൾ അല്ല അന്നത്തെ ക്രിസ്ത്യാനി. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ പൊതുവെ ഞങ്ങൾക്ക് വെറുപ്പായിരുന്നു. കാരണം ഞങ്ങളുടെ കുഞ്ഞനാളിൽ പശുവിന് വേണ്ടി അല്പം പുല്ല് റോഡിന്റെ സൈഡിൽ നിന്ന് ചെത്തിയെടുത്താൽ പോലും കത്തിയും പിടിച്ചു വാങ്ങി അമ്മയ്ക്കും പറഞ്ഞ് വെള്ളലിക്ക് പിടിച്ച് തത്തിച്ചു വിടുന്ന ഈ ചേട്ടന്മാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ദൈവം യേശുക്രിസ്തുവാണ് ദൈവമെന്ന് കേട്ടപാടെ ഞാൻ ദേവിച്ചേട്ടനോട് പറഞ്ഞു, ദേവിച്ചേട്ടാ 33 കോടി ദൈവങ്ങൾ ഉണ്ടെന്നാണ് എന്റെ മതത്തിൽ പറയുന്നത്. അതിൽ അറിയപ്പെട്ട ദൈവങ്ങളെ എല്ലാം ഞാൻ വിളിച്ചു. ഞാൻ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്ത്, എന്റെ ഭാര്യ വീട് തിരുവനന്തപുരത്തായിരുന്നു. അതുകൊണ്ട് അവിടെ കുടുംബ വീട്ടിൽ പോയപ്പോ ഞാൻ എന്റെ ഭാര്യയും കൂട്ടി മറ്റൊന്നിനുമല്ല പോയത്. അവള് പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ അവളെ വീട്ടിൽ വിട്ടേച്ച് ഞാനും എന്റെ അളിയനും 1-2 സുഹൃത്തുക്കളും കൂടി പത്മനാഭസ്വാമി ക്ഷേത്രം ആദ്യം സന്ദർശിച്ചു. പിന്നെ ആറ്റുകോവിൽ ക്ഷേത്രം സന്ദർശിച്ചു. അങ്ങനെ ഞാനൊരു ഭക്തരായതുകൊണ്ട് ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങി. അവസാനം ശംഖുമുഖം വിമാനത്താവളവും കൂടെ കണ്ട് 39-40 കൊല്ലം മുമ്പാണെന്ന് ഓർക്കണേ, നിങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ ക്ഷേത്രങ്ങൾ മാറി മാറി കയറുന്ന എന്റെ ജീവിതത്തിൽ സത്യദൈവത്തെ അറിയുവാൻ കഴിയാതെ ഉഴന്നുപോയ എന്റെ ജീവിതത്തിൽ ബേബിച്ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, 33 കോടി ദൈവം ഉണ്ടെന്നാ പറയുന്നത്. പിന്നെയാണോ? അതൊന്നും ആശ്വസിപ്പിക്കുന്നില്ല. പിന്നെയാണോ നിങ്ങളുടെ യേശു? ആ മനുഷ്യനോട് ഞാൻ മറുത്തു പറഞ്ഞപ്പോൾ അദ്ദേഹം അല്പം നേരം അങ്കലാപ്പിലായി. ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മോനെ, പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന ഏക രക്ഷിതാവാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു വിശ്വസിക്കുന്നവന് പാപമോചനവും നിത്യജീവനും സമാധാനവും സന്തോഷമുണ്ട്. ദൈവം കരുണ ചെയ്താൽ, ദൈവം പ്രസാദിച്ചാൽ നിനക്ക് സൗഖ്യം തരുവാനും ദൈവം മതിയാവനാണ് എന്ന് പറഞ്ഞപ്പോ ഞാനേതായാലും ഇദ്ദേഹത്തിന്റെ സുവിശേഷം കേൾക്കാൻ താല്പര്യമല്ല, എനിക്ക് മടുപ്പായി. ഞാൻ വേഗം എങ്ങനെയോ പിടിച്ച് തിരിഞ്ഞു കിടന്നപ്പോ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ബേബിച്ചേട്ടൻ ചോദിച്ചു, മോനെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ പ്രാർത്ഥിച്ചോളൂ. എനിക്ക് വേണ്ട, ഞാൻ ചാവാൻ കിടക്കുകയാണ്, മരിക്കാൻ കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ചത്ത് കിട്ടിയാ മതി, അന്നല്ലാതെ പിന്നെന്ത് ചെയ്യാനാ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഏത് മനുഷ്യനും ജീവിക്കാൻ കഴിയാത്തപ്പോൾ സാധാരണ ചെയ്യുന്നതാണ് കുറുക്കുമാർഗം, ആത്മഹത്യ. ഞാൻ അതിനിടയിൽ 3 പ്രാവശ്യം ആത്മഹത്യ ശ്രമിച്ചു, മരിക്കാൻ ശ്രമിച്ചു. മരിക്കാനും കഴിയുന്നില്ലെങ്കിലോ? ജീവിക്കാൻ പറ്റാത്തപ്പോ മരിക്കാൻ ശ്രമിക്കുന്നു, മരിക്കാനും പറ്റുന്നില്ലെങ്കിലോ? പിന്നെ ആ മനുഷ്യന്റെ സ്ഥിതി എന്താ? ആ മനുഷ്യനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു കിടന്നു. ആ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ? നമ്മൾ വേണമെങ്കിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ, എനിക്ക് വേണ്ട. പക്ഷെ ആ മനുഷ്യന്റെ കട്ടിലിന്റെ ചോട്ടിലും ആ ചെടിനകത്ത് മുട്ടുകുത്തി എന്റെ മേൽ കൈവച്ച് കൈപ്പോടെ കരഞ്ഞു. പൊട്ടി കരയുവാൻ തുടങ്ങി. പിതാവേ, ഈ മോന്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണം. ഇവനെയും കൂടെ വാസ്തവമായി സത്യദൈവത്തെ കാണിച്ചു കൊടുക്കണം. ഈ സത്യദൈവം ആരെന്ന് ഇവന് വെളിപ്പെടുത്തി കൊടുക്കണം. ഈ മകൻ തകർന്നു പോയിരിക്കുന്നു, അവന്റെ മനസ്സിന്റെ വേദന കാണാൻ കർത്താവേ, അവിടുന്ന് അവനെ രക്ഷിക്കണം, വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഏറെ നേരം അദ്ദേഹം എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ തുടങ്ങി. ഞാൻ ഓർത്തു, ഇയാളൊരു ക്രിസ്ത്യൻ, ഞാനൊരു ഹിന്ദു. നിറഞ്ഞൊരു നായത്തറമായിട്ട് ജനിച്ചവൻ, അയാളൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നവൻ. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം അദ്ദേഹം അവരുടെ കുടുംബം. ഞങ്ങൾ അവന്റെ വീട്ടിലൊക്കെ പള്ളിക്ക് പോയിട്ടുള്ളതാണ്, ചുമടെടുക്കാനൊക്കെ പോയിട്ടുള്ളതാണ്. ശരിക്കും അയാളുടെ ഭാര്യ വീട് എനിക്ക് എന്റെ 3ാമത്തെ വീടാണ്, ചാക്കോച്ചേട്ടന്റെ വീട്. അവിടെ എന്നും അദ്ദേഹം കള്ളും കുടിച്ചു വന്നിട്ട് വഴക്ക. 7 പെൺകുട്ടികളാണ് ആ ഭവനത്തിൽ. അതിലെ മൂത്തയാളാണ് ആനിച്ചേച്ചി. ആനിച്ചേച്ചി ഇപ്പൊ സൂറത്തിലുണ്ട്, മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടെ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ബേബിച്ചേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാ. പക്ഷെ ബേബിച്ചേട്ടൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം
അന്നത്തെ നിലയിൽ എന്തോ പാല് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് 25 രൂപ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോയി. എഴുന്നേറ്റ് നിന്ന് പോകാൻ നേരം എന്റെ കയ്യിൽ ഒരു കറുത്ത ചട്ടയുള്ള ബൈബിൾ ഉണ്ടായിരുന്നു, ഇതേപോലെ. ആ ബൈബിൾ ഉയർത്തിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ എനിക്കിപ്പോൾ 46 വയസ്സായി. അദ്ദേഹത്തിന്, എനിക്ക് 24 വയസ്സ് തികഞ്ഞിട്ടില്ല. ശരിക്കും 46 വയസ്സായി. 40 വർഷക്കാലം ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനായി. നിനക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ പള്ളിയിൽ കമ്മിറ്റിക്കാരനായിരുന്നു, കൈക്കാരനായിരുന്നു. 5 ഏക്കർ സ്ഥലം എനിക്കുണ്ട് സ്വന്തമായി. ഞാൻ കൃഷി ചെയ്ത് ജീവിക്കുന്നവനാ. പക്ഷേ ഈ 40 കൊല്ലക്കാലവും ഞാൻ മദ്യപനും പുകവലിക്കുന്നവനും 110 സിഗരറ്റ് ഒരു ദിവസം വലിച്ചു തള്ളുന്നവനായി. 1 ലിറ്റർ ചാരായം വരെ ഞാൻ ഒരു ദിവസം കുടിച്ചു പോയി. പക്ഷെ ഒരു ദിവസം ആദ്യത്തെ കോട്ടയിലെ ധ്യാനകാലത്ത് ഞാൻ അവിടെ പോകുകയും ശേഷം ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പോയി ഒരു വർഗീസ് ഫാസ്റ്ററുടെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അന്ന് ഞാൻ എന്റെ തലവേദന കൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ ഈ 40 വർഷക്കാലം ഈ മദ്യപാനവും പുകവലിയും പാപവഴിയിലും ജീവിച്ചിട്ട് എനിക്ക് സമാധാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല, മാറാത്ത തലവേദനയ്ക്ക് ഞാൻ ഉടമസ്ഥനായി. അവസാനം ഒരു പണി ചെയ്യാൻ വയ്യാതായി. വെല്ലൂരിൽ വെച്ചൊരു ഓപ്പറേഷൻ, മണിപ്പാലിൽ വെച്ച് മറ്റൊരു ഓപ്പറേഷൻ, അങ്ങനെ 2 ഓപ്പറേഷൻ തലയ്ക്ക് നടന്നു. തലവേദന മാറിയില്ല, പൈസ പോയത് മാത്രം മിച്ചം. അവസാനം വർഗീസ് ഫാസ്റ്ററുടെ വീട്ടിൽ വെച്ച് ഒരു ഉപവാസ പ്രാർത്ഥന 10-15 പേരെ മാത്രമേ ഉള്ളൂ. അതിൽ പോയി പങ്കെടുത്ത ആദ്യ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയി, എന്നോട് സാക്ഷ്യം പറഞ്ഞു, കർത്താവേ നീ തലവേദന വിടുവിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുകയില്ല, ഞാൻ അത്രമാത്രം പ്രയാസത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, 3-ാമത്തെ ദിവസം രാത്രി എല്ലാവരും വട്ടമിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരം എന്റെ തലയിൽ സ്പർശിച്ചു. അവിടെ ആരും എഴുന്നേൽക്കുന്നില്ല. ഞാൻ കണ്ണു തുറന്നു നോക്കി, ഇല്ല, ആരും എഴുന്നേറ്റിട്ടില്ല. പക്ഷെ ഒരു കൈ എന്റെ തലയിൽ വീണ്ടും സ്പർശിച്ചു. സൗഖ്യമാകാം എന്ന് കൽപ്പിക്കുന്നു ഞാൻ കേട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ അവിടെ നിന്ന് കേട്ട പ്രസംഗത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ മാത്രമേ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കാൻ കഴിയൂ എന്ന് ഞാൻ കേട്ടു. അന്ന് രാത്രി ഞാൻ യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. എന്റെ തലവേദന പോയി. ആ പ്രാർത്ഥനയിൽ വെച്ച് എന്റെ തലവേദന പോയി, എന്റെ മദ്യപാനം പോയി, എന്റെ പുകവലി പോയി, എന്റെ പാപ സ്വഭാവങ്ങൾ പോയി. അന്ന് മുതൽ മോനെ എന്നോട് പറഞ്ഞു, വികാര പരിവിശത്തോടെ പറഞ്ഞു, അന്ന് മുതൽ ഞാൻ അറിവുള്ളതുപോലെ രോഗികളും കഷ്ടത്തിലിരിക്കുന്നിടത്ത് പോകുന്നു. വല്ലപ്പോഴും പോകുന്നു, പറമ്പിൽ പണിയെടുക്കുന്നു. ഇടയ്ക്ക് കിട്ടുമ്പോൾ ഞാൻ എവിടെയെങ്കിലും രോഗികളെ കഷ്ടത്തിരിക്കുന്നവരെ കാണുവാൻ പോകും. ആ കഷ്ടത്തിരിക്കുന്നവരെ പോയി കാണുകയും അവരോട് സുവിശേഷം പറയുകയും ചെയ്യും. എന്നിട്ടും പറഞ്ഞു, ഞാൻ വലിയ സുവിശേഷകനൊന്നുമല്ല. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഞാൻ വലിയ സുവിശേഷകനൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, ഈ യേശുവിനെ നീ വിശ്വസിച്ചാൽ, നീ രക്ഷ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പിന്നെ ഈ സുവിശേഷം മറ്റാൾക്ക് അറിയിക്കുകയില്ല. അത് പറഞ്ഞ് ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. പോകാൻ നേരം പറഞ്ഞു, ഞാനൊരു പുസ്തകം തരാൻ വായിക്കണം കേട്ടോ. ഒരു പുസ്തകം തരാൻ വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ബൈബിൾ എന്ന് പറഞ്ഞില്ല. ബൈബിൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് കൊണ്ടുവരണ്ട, കാരണം ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ലേ, അത് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാന്. പക്ഷേ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞില്ല. അദ്ദേഹം പോയി. ഞാൻ എന്റെ സങ്കടവും കഷ്ടവുമായി ആ കട്ടിലിൽ പറ്റി. ഒരാഴ്ചക്കുള്ളിൽ തന്റെ ഭാര്യയുടെ കൈവശം, ആനിച്ചേച്ചിയുടെ കൈവശം അദ്ദേഹം അടുത്തു. എന്റെ നിക്ഷേപഭാവം കൊണ്ട് അദ്ദേഹം അടുത്തു. ആനിച്ചേച്ചിയുടെ കൈവശം കൊടുത്തയച്ചു ഒരു ബൈബിൾ. ഞങ്ങൾക്കെല്ലാം ഒരു ചേച്ചിയായ, ഞങ്ങളുടെ അയൽവക്കക്കാരിയായ ആനിച്ചേച്ചി ആ ബൈബിൾ എനിക്ക് കൊണ്ടു തന്ന് എന്നോട് പറഞ്ഞു, മോനെ സുവിശേഷം പുതിയ നിയമം വായിക്കൂ, പഴയ നിയമം പിന്നെ വായിക്കാം, പുതിയ നിയമം വായിക്കൂ. കാരണം എന്റെ കിടപ്പ് കണ്ടപ്പോ തന്നെ ബൈബിൾ മുഴുവനും വായിക്കാമെങ്കിൽ വായിച്ചു തരുമ്പോഴത്തേക്ക് ചാവുമെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, പുതിയ നിയമം വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പഴയ നിയമം പിന്നെ വായിച്ചാൽ മതി, ഇപ്പൊ പുതിയത് വായിക്കൂ. എനിക്ക് വേണ്ടി അവരും പ്രാർത്ഥിച്ചു. വേദനയോടൊരു ചേച്ചി എന്റെ കട്ടിലിയോട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ആ സഹോദരിയും പ്രാർത്ഥിച്ചു കടന്നുപോയി. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഞാൻ ദർശിക്കുവാൻ അത് കാരണമായി തീർന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ സത്യം മനസ്സിലാക്കുവാൻ അത് കാരണമായി തീർന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ആ ബൈബിൾ വെറുതെ വായിച്ചു തുടങ്ങി. സത്യം പറഞ്ഞാൽ വെറുതെ വായിച്ചു തുടങ്ങി. കാരണം ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ലേ, ഒന്നറിഞ്ഞു നോക്കാം. മത്തായി, മാർക്കോസ്, ലൂക്കോസ് 3 വായിച്ചപ്പോൾ അടുത്തു, എല്ലാം ഏതാണ്ട് ഒരുപോലെ. ഞാൻ വിചാരിച്ചിരുന്നല്ല ഒരുപോലെ എഴുതി വെച്ചിരിക്കുന്നു. 4-ാമത്തെ സുവിശേഷം പിശാചിന്റെ കണ്ണിൽ നിന്ന് മാറ്റിവെച്ചു, യോഹന്നാന്റെ സുവിശേഷം.
എല്ലാം ഒരുപോലെയാന്ന് കണ്ടിട്ട് 4-ാമത്തെ സുവിശേഷം മാറ്റി. വെറുതെ വായിച്ചു ബൈബിൾ ഒരാവർത്തി മാസങ്ങൾ കൊണ്ട്. ഒന്നും മനസ്സിലായില്ല. 24 മണിക്കൂറും കിടക്കുകയല്ലേ, ഉറക്കമില്ല. 24 മണിക്കൂറും വായിച്ചു കൊണ്ടിരുന്നു. കണ്ണ് കഴിക്കുമ്പോൾ മടക്കി വെക്കും. അവസാനം ആഴ്ചയിൽ എല്ലാ ദിവസവും ആനിച്ചേച്ചിയും ബേബിച്ചേട്ടനും വരും. ഞാൻ കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്ന് അയച്ചപ്പോൾ ബുദ്ധി കൊണ്ട് അവരെ എങ്ങനെയെങ്കിലും പൊട്ടിക്കണം എന്നുള്ള മനസ്സോടുകൂടെ തർക്കിക്കാനും വാദിക്കുവാനും തുടങ്ങി. പക്ഷെ അവരറിയാവുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി തന്നു. സത്യം പറയട്ടെ, ജീവിക്കുന്ന ദൈവം എന്നെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ സുവിശേഷം വായിച്ചതിൽ നിന്ന്, ബൈബിൾ വായിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് എന്തോ ഉണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിത് പ്രമാണിക്കാൻ ശ്രമിച്ചു, സാധിക്കുന്നില്ല. കോപിക്കുന്നത് തെറ്റാണെന്ന് കണ്ടു. ഞാൻ കോപമേ ഉള്ളൂ. എനിക്ക് ശരിക്കും ഞാൻ സകലരോടും കോപിക്കുന്നു. എന്നാൽ ഇത് തന്നെയാണ് ഞങ്ങളെ ഹിന്ദുക്കളുടെ സ്ഥിതി. തെറ്റും ശരിയൊക്കെ ഞങ്ങൾക്കും അറിയാം. സദൃശവാക്യം പോലെ ഞങ്ങളിലും ഉണ്ട് ഒരുപാട് ഉപദേശങ്ങളും, ലക്ഷ്മണോപദേശവും രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെ. പക്ഷെ ഇതൊന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല. ഇതൊന്നും ഞങ്ങളുടെ രക്ഷയിലേക്ക് യഥാർത്ഥമായി കൈപിടിച്ചുയർത്തുന്നില്ല. ഞങ്ങൾക്ക് പ്രമാണിക്കണമെന്നുണ്ട്, പക്ഷെ പ്രമാണിക്കുവാൻ കഴിയുന്നില്ല. കാരണം അതിന് ദൈവശക്തിയില്ല, ദൈവകൃപയില്ല. പിന്നെ എങ്ങനെയാ അത് പ്രമാണിക്കുന്നത്? ഒരു ദിവസം ബേബിച്ചേട്ടൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, ബേബിച്ചേട്ടാ, കോപിക്കുന്നത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ കോപിച്ചു പോകുന്നു. പക്ഷെ ഇത് പ്രമാണിക്കാൻ എന്താണ് മാർഗം? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, മോനെ, പാപികളെ രക്ഷിപ്പാൻ വന്നവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനോട് നിന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. അങ്ങനെ ആദ്യമായി ഞാൻ പാപിയാണെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോരുത്തരും പാപിയാണെന്ന് നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ നീതിമാനാണെന്നാണ് നാം പറയുന്നത്. ഇതാണ് ദൈവവും മനുഷ്യൻ തങ്ങളുടെ ബന്ധത്തിലുള്ള വിള്ളലുണ്ടാക്കിയത്. പാപത്താൽ മരിച്ച മനുഷ്യൻ ഇന്നും ആ മരണം സമ്മതിക്കുന്നില്ല. ഞാൻ തെറ്റിപ്പോയി, ഞാൻ വീണുപോയി, ഞാൻ പരാജയപ്പെട്ടു പോയി പിതാവ് എന്ന് മനുഷ്യൻ സമ്മതിക്കുന്നില്ല. ഫലമോ ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാനും കഴിയുന്നില്ല. എന്നാൽ മനുഷ്യൻ ഈ സത്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങനെ ആനിച്ചേച്ചിയും പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാനിത് വായിച്ചു, എല്ലാം വായിച്ചു കഴിഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല. അപ്പൊ തോന്നി യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിക്കാം. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു. 14-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. പ്രിയമുള്ളവരെ, ആത്മീയ അന്ധനായ എന്റെ ജീവിതത്തിൽ എന്റെ കണ്ണ് തുറന്ന വാക്യം ഇതാണ്. എന്നെ ജീവൻ പിടിപ്പിച്ച വാക്യം ഇതാണ്. എനിക്ക് ജീവൻ തന്ന വാക്യം ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മാനുഷികമായ ഒരു കാഴ്ച ലഭിക്കണമെങ്കിൽ നമുക്ക് മൃഗത്തെ പോലെയല്ല. നമ്മുടെ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് വന്ന് അത് കണ്ണിൽ വന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാഴ്ച തുറക്കുന്നത്. അതില്ലാതെ ഇരുട്ടിൽ നമുക്ക് കാഴ്ചയില്ല. മൃഗത്തിന് ഇരുട്ടത്തിൽ കാഴ്ചയുണ്ട്. എന്റെ ആത്മീക അന്ധനായ ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും ആത്മീക അന്ധനാണ്. ആത്മീക അന്ധതയിൽ നിന്ന് മനുഷ്യൻ വിടുതൽ പ്രാപിക്കണമെങ്കിൽ അവൻ നിശ്ചയമായി അവന്റെ കണ്ണു തുറന്നേ മതിയാകൂ. ആത്മീക അന്ധനായ എന്റെ ഉള്ളിലേക്ക് ദൈവിക വെളിച്ചത്തിന്റെ വചനം ആദ്യമായി മിന്നി. അവിടെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വാക്ക് ഒഴിഞ്ഞ കർത്താവായ യേശുക്രിസ്തു ഈ സത്യം പറയുമ്പോൾ എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കേട്ടുവരുന്ന ഒരു പ്രാർത്ഥനയാണ് അസതോമാ സദ്ഗമയ. എന്നാൽ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും റിക്കാർഡ് വെച്ച് കേൾപ്പിക്കുന്ന ഒരു പാട്ടാണ് തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. ഇതിന്റെ അർത്ഥം ഇതാ. ഞാൻ ബൈബിളിൽ നിന്ന് തുടർമാനമായി വീണ്ടും ഞാൻ വായിച്ചു യോഹന്നാന്റെ സുവിശേഷം. അവസാനം വെളിപാട് പുസ്തകത്തിലെത്തി. അതിന്റെ 3:19-20. ഞാൻ സ്നേഹിക്കുന്ന ഏത് മക്കളെയും ശിക്ഷിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്ന ഏത് മക്കളെയും ശാസിക്കുന്നു. ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക, ഞാൻ നിന്റെ വാതിക്കൽ മുട്ടുന്നു. എനിക്ക് മനസ്സിലായി അതെന്റെ ഹൃദയവാതിക്കലാണ്. എന്റെ ഹൃദയവാതിക്കൽ നിന്നാണ് യേശു മുട്ടുന്നതെന്ന് മനസ്സിലായി. എന്നിട്ട് ഞാൻ പിടികൊടുത്തില്ല. ഞാനിത് കണ്ടു, ഞാനിത് കേട്ടു.
ഞാനത് മനസ്സിലാക്കി, എന്നിട്ടും പിടികൊടുത്തിട്ടില്ല. കാരണം ഇത് മതം മാറ്റമാണോ? സൂത്രത്തിൽ എന്നെ കടപ്പിൽ ലോകക്കിടക്കയിൽ എന്നെ മതം മാറ്റുവാനുള്ള സൂത്രമാണോ എന്ന് ഞാൻ ശങ്കിച്ചു. അതിന്റെ ഫലമായി വീണ്ടും വെച്ച് താമസിപ്പിച്ചു. എന്റെ സങ്കടം പെരുകിയതല്ലാതെ ദൈവത്തിന്റെ രക്ഷ എനിക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഈ വാക്യം വായിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞ് ചെറുപ്പം മുതൽ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഏതും പെട്ടെന്ന് അങ്ങ് വിഴുങ്ങുന്ന സ്വഭാവമില്ല. ഏതും ചോദ്യം ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത് ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അതിന്റെ ചെറുപ്പത്തിലുള്ള ഒരു പ്രകൃതിയായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നോട് കരുണ കാണിച്ചു. ആ വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം 3:19-20 വാക്യം, ആ വാക്യങ്ങൾ എന്റെ ജീവിതത്തെ വീണ്ടും ചിന്തിപ്പിച്ചു. എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുന്നു, ഇനി ഇഷ്ടപ്പെടുന്ന ഏത് മക്കളെ ശിക്ഷിക്കുന്നു. ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞനാളിൽ നമ്മളെ ശിക്ഷിച്ചപ്പോൾ അവരെന്തുകൊണ്ടാണ് ശിക്ഷിച്ചത്? അവർ ശിക്ഷിച്ച മറ്റൊന്നു കൊണ്ടുമല്ല. എനിക്ക് പ്രിയമുള്ളവരെയാണ് ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ പിതാവ് എന്നെ ശാസിച്ചതും ശിക്ഷിച്ചതും എന്നെ നശിപ്പിക്കുവാനല്ല, എന്നെ രക്ഷിക്കുവാനോ കൊല്ലുവാനല്ല, സ്നേഹിക്കുന്നുകൊണ്ടാ. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവത്തിന് എന്നെ ശിക്ഷിക്കാൻ വ്യവസ്ഥയുണ്ട്. കാരണം ഞാൻ തെറ്റിപ്പോയിരിക്കും, എനിക്കും കുറവുണ്ടാകും. അതുകൊണ്ട് ദൈവം ശിക്ഷിച്ചത് ശരിയാ. അങ്ങനെയെങ്കിൽ ഞാൻ ജാഗ്രതയുള്ളവനാകണം. ഏത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോഴും കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമാണ്, മാതാപിതാക്കൾ എന്തുകൊണ്ട് എന്നെ ശിക്ഷിച്ചു എന്ന് ചിന്തിച്ച് അവൻ ജാഗ്രത പാലിക്കണം. ഇനി ആ തെറ്റ് ചെയ്യരുത് എന്നാണ് ആ ശിക്ഷയുടെ അർത്ഥം. അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാൻ എന്നെ ബാലശിക്ഷ കഴിച്ചെങ്കിൽ അത് ദൈവത്തിന്റെ വഴികൾ ഞാൻ നടക്കേണ്ടതിനാണ് എന്നെനിക്ക് തൊട്ട് താവോട്ട്. ആകിയാൽ നീ ജാഗ്രതയുള്ളവരായിരിക്കാം, മാനസാന്തരപ്പെടുക, ഞാൻ നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ ആ വേദവാക്യം എന്റെ ഹൃദയങ്ങളെ തുറന്നു. അങ്ങനെ ഹൃദയവാതിക്കൽ ദൈവം മുട്ടുകയാണെങ്കിൽ ഞാൻ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവം അവിടേക്ക് പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെ 1986 ഒക്ടോബർ മാസം ഒരു രാത്രി 2 കൽപ്പിച്ച് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. യേശുവിനോട് എന്റെ ഉള്ളിൽ വരാമെന്ന് പറയുന്ന യേശുവിനെ കുറിച്ച്. അപ്പോൾ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ ഞാൻ പറഞ്ഞുവല്ലോ. ഈ ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. അസത്യത്തെ ആയിരിക്കുന്ന മനുഷ്യനെ സത്യത്തെ നയിക്കണമെന്നാണ് മനുഷ്യന്റെ യാതന, മുനിവരന്മാരുടെ പ്രാർത്ഥനയാണ്. പക്ഷേ യേശു പറയുകയാണ്, ഞാനാണ് സത്യം, ഞാനാണ് സത്യം. മനുഷ്യവർഗം അന്വേഷിക്കുന്ന സത്യം ഞാനാണ്. രണ്ടാമത് പറയുകയാണ്, എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, ജ്യോതിർഗമയ. യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ വസിക്കാതിരിപ്പാൻ വെളിച്ചമായി ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്നു. മൂന്നാമത്തെ വാക്യം, മൃത്യോർമ അമൃതംഗമയ, മൃത്യോർമ അമൃതംഗമയ. ഞാൻ മരണത്തിന് അടിമപ്പെട്ട മനുഷ്യന് അമൃതിലേക്ക് പോകുവാനുള്ള ആഗ്രഹം ഏത് കാലത്തുമുള്ളതാണ്. അമൃതി എന്നുള്ള നിത്യജീവനാ. മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി നമ്മൾ വായിക്കുന്നത്, പാപത്താൻ മരണം ഭൂമിയിൽ വന്നതിന് ശേഷം ഇന്ന് വരെ ആർക്കും മരിക്കുവാൻ ആഗ്രഹമില്ല. അതുകൊണ്ടാണ് തന്നെ കൊല്ലുവാൻ വരുന്നവരെ അവൻ വേഗം കൊല്ലുന്നത്, തന്നെ തല്ലുവാൻ വരുന്നവരെ വേഗം തല്ലി കൊല്ലുന്നത്. കാരണം അവന് മരിക്കുവാൻ ആഗ്രഹമില്ല. വിളിച്ചു പറിക്കുന്നതും വഞ്ചിക്കുന്നതും ചതിക്കുന്നതോ കൊല്ലുന്നതോ അപകരിക്കുന്നതോ മോഷ്ടിക്കുന്നതും എല്ലാം മനുഷ്യൻ മരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. അന്ന് രാത്രി അപ്പോഴേക്ക് എന്റെ അപ്പനും അമ്മയെന്നെ ഉപേക്ഷിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അവരെന്നെ ഉപേക്ഷിച്ചു. തളർന്നു കിടക്കുന്നവരെ നോക്കുവാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല, ആര് വേണേ കൊണ്ടുപോക്കാളാൻ പറഞ്ഞു. എന്റെ ചേട്ടായി നാട്ടുകാരുടെ സഹായത്തോടെ തന്റെ കൊച്ചു ഭവനത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഓല കൊണ്ട് മേഞ്ഞ് ചാക്ക് കൊണ്ട് മറച്ച് ഒരു കൊച്ചു ചായ്പുണ്ടാക്കി. ആ ചായ്പിൽ ആ കട്ടിലടക്കം കൊണ്ടുപോയി നാട്ടുകാരുടെ സഹായത്തെ കൊണ്ട് കിടത്തി. അവിടെ വെച്ചാണ് ഞാൻ ഈ വചനം വായിച്ചുകൊണ്ടിരുന്നെങ്കിലും വിശ്വസിച്ചില്ല. അവിടെ വെച്ച് ഒരു രാത്രി ഞാൻ ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ചില്ല. ഒരു രാത്രി ഞാൻ കണ്ണുനീരോടെ വേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. എന്റെ സങ്കടങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. ആ രാത്രി അർദ്ധരാത്രി ഒരു പാതി മയക്കത്തിലേക്ക് വീണപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം എന്നെ കേൾപ്പിക്കുകയായി ദൈവം. ഒന്നുകിൽ നീ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ ആത്മാവ് നിത്യ നരകാഗ്നിയിൽ നശിച്ചു പോകുമെന്നറിയുക. അനന്ത വിഹായസ് എവിടുന്നോ ആശരീരി പോലൊരു ശബ്ദം എന്റെ കാതിൽ മുഴങ്ങി. ആ ശബ്ദം എവിടെയാ ഞാൻ
അടുത്തുണ്ടായിരുന്ന ചിമ്മിനി വിളക്ക് കത്തിച്ചു. അന്ന് കരണ്ടൊന്നുമില്ല. ചിമ്മിനി വിളക്ക് കത്തിച്ചു നോക്കി, ആരെയും കാണുവാനില്ല. ഒരു ശബ്ദം മാത്രം കേട്ടു. ഞാൻ വീണ്ടും ചിമ്മിനി കടന്നു. വീണ്ടും ആ ശബ്ദം മുഴങ്ങുവാൻ തുടങ്ങി. ഒന്നുകിൽ നീ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ ആത്മാവ് നിത്യ നരകാഗ്നിയിൽ നശിച്ചു പോകും എന്നറിയുക. പ്രിയമുള്ളവരെ, 38 വർഷം കഴിഞ്ഞിട്ടും ഇന്നും എന്റെ കാതിലത് അനുഗ്രഹിക്കുന്ന ഒരു ശബ്ദമാണ്. ആ ദൈവത്തിനായി ഞാൻ എന്റെ ഹൃദയം തുറന്നു. അന്ന് രാത്രി രണ്ടും കൽപ്പിച്ച് ഞാൻ തീരുമാനിച്ചു, യേശു ദൈവമാണോ? യേശു ദൈവമാണെങ്കിൽ എന്താണ് ഞാൻ കേട്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല. യേശു ദൈവമാണെങ്കിൽ എന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഞാൻ അവിടത്തേക്കായി ജീവിക്കും. അവിടത്തേക്കായി ജീവിക്കുമെന്ന് ഞാൻ ദൈവസന്നിധി പ്രതിജ്ഞ ചെയ്തിട്ട് അന്ന് രാത്രി ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ. ഞാൻ പാപിയായൊരു മനുഷ്യന് സമ്മതിക്കേണ്ട താമസം എന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? പാപിയായ മനുഷ്യനെന്ന് ഞാൻ സമ്മതിക്കേണ്ട താമസം ഉടഞ്ഞ പാത്രം പോലെ ഞാൻ നുറുങ്ങുവാൻ തുടങ്ങി. എന്റെ 5 വയസ്സ് മുതൽ 24 വയസ്സ് മുതൽ പുറകോട്ട് ദൈവം അന്ന് രാത്രി ഞാൻ യേശുവിനായി എന്റെ ഹൃദയം അകർക്ക് തുറന്നു. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വചനം കേൾക്കുന്ന പ്രിയരോട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതെന്റെ ജീവിത അനുഭവമാണ്. പച്ചയായ ജീവിതാനുഭവമാണ്. യാഥാർത്ഥ്യം കണ്ടെത്തിയ ദിവസം അന്ന് രാത്രി ഞാൻ ഉടഞ്ഞ പാത്രം പോലെ നിലവിളിക്കുവാൻ തുടങ്ങി. പൊട്ടിത്തകർന്നവനായി ഞാൻ നിലവിളിക്കുവാൻ തുടങ്ങി. 24 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ഓർമ്മ വെച്ച നാൾ വരെ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ അനവധി ലംഘനങ്ങളെ ദൈവാത്മാവ് ഒരു ടെലിവിഷനിൽ കാണിക്കുന്ന പോലെ ദൈവാത്മാവിനെ കാണിച്ചു. ആ ദൈവാത്മാവിനെ കാണിച്ചപ്പോൾ വാസ്തവമായി ആ പൊട്ടി കരഞ്ഞ് ഞാൻ ഇത് സമ്മതിച്ചു. അപ്പ എന്നെയും കൂടെ അങ്ങയുടെ മകനാക്കി തീർക്കണമെന്ന് ഞാൻ വിലപിച്ചു. കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച ആ രക്ഷകന്റെ രക്തം എന്റെ മേലേക്ക് ഇറ്റി വീഴ്ന്ന് ഞാൻ കണ്ടു. അവിടുത്തെ ദർശനം എനിക്കുണ്ടായി. അവിടുന്ന് പ്രപഞ്ച സൃഷ്ടാവാണ്, ദൈവമാണെന്നും മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവരാണെന്നും അവനിൽ വിശ്വസിക്കുന്നവൻ ആരും രക്ഷിച്ചു പോകയില്ലെന്നും അവനിൽ വിശ്വസിച്ചാൽ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും സകല തിന്മയിൽ നിന്നും ദോഷത്തിൽ നിന്നും അവന് ദൈവം വിലയ്ക്ക് വാങ്ങി വീണ്ടെടുപ്പിന്റെ ആശ്വാസം അവന് പകരമെന്നുള്ള സത്യം ദൈവാത്മാവൻ അറിയിച്ചു. 2.5 മണിക്കൂറാണ് പ്രിയമുള്ളവരെ ഞാൻ കരഞ്ഞത്. 2.5 മണിക്കൂറാ. ഏതെങ്കിലും ഒരു പാസ്റ്റർ ചൊല്ലിക്കൊടുത്തിട്ട് ഏറ്റു പറയുകയായിരുന്നില്ല. 2.5 മണിക്കൂർ ഹൃദയം തകർന്നവനായി ഞാൻ വിലപിച്ചു. എന്റെ കാതിൽ മറന്നു കിടന്ന് നിലവിളിച്ചപ്പോ കണ്ണുനീരിൽ നിന്ന് ഒഴുകിയ കാതിലേക്ക് നിറഞ്ഞ കണ്ണുനീര് ചെവിയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പിന്നെ നിർത്തിയത് തന്നെ. ശരിക്കും പറഞ്ഞ ബോധം കെട്ട് ഞാൻ ഇറങ്ങിപ്പോയി. 8 മാസം ഉറങ്ങുവാൻ കഴിയാത്ത എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഉറങ്ങി. സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങി. ദൈവമേ, നീയല്ലോ അങ്ങനെ വസിക്കുമാറാക്കിയത്. അങ്ങനെ 1986 ഒക്ടോബർ മാസം ഒരു രാത്രി എന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ജീവൻ വന്നു. ക്രിസ്തുവിന്റെ ജീവൻ വന്നു. ക്രിസ്തു എന്നിൽ ജനിച്ചു. അതാ ക്രിസ്മസ്. അല്ലാതെ ഉൾക്കൂടുണ്ടാക്കി വെച്ച് എവിടേക്ക് പാറപ്പുറത്തെ പുല്ല് ചെത്തി ഒരു പാവക്കുട്ടിയെ എടുത്ത് വെച്ച് അതല്ല പുൽക്കൂട്. മനസ്സിൽ പുൽക്കൂടു ഞാൻ തീർത്തു, നീ അതിൽ വസിപ്പാൻ എന്റെ മനസാക്ഷി തുറന്നു വെച്ചു, നീ അതിൽ രസിക്കാൻ. പ്രിയമുള്ളവരെ, ഘോര ബിംബങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? എന്നാൽ ജീവിക്കുന്ന ദൈവത്തിന് ക്ഷേത്രം വേണം. അത് മനുഷ്യന്റെ ഉള്ളമാണ്. ഒരു ലേഖനം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ആ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. എന്റെ അപ്പൂപ്പൻ ഞാൻ കേട്ടിട്ടുണ്ട്, ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. പക്ഷെ അപ്പൂപ്പന്റെ ഉള്ളിലും വസിക്കുന്ന കണ്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ജീവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ദർശിച്ച രാത്രി ഞാൻ ബോധം കെട്ടുറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണരുമ്പോൾ 7 മണി. അർദ്ധരാത്രി നിലവിളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണരുമ്പോൾ ബോധം കെട്ടിറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം, എന്തൊരു പ്രത്യാശ, എന്തൊരു ധൈര്യം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അരയ്ക്ക് താഴെ തളർന്നവനാണ്,
ഞാൻ ഈ കട്ടിൽ നിന്ന് ബാക്ക് റെസ്റ്റിന്റെ സഹായത്തിലാണ് ഇരുന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ മുഖത്ത് നോക്കൂ, എന്റെ യേശു ജീവിക്കുന്നതിന്റെ സാക്ഷിയാണ് ഞാൻ. ഈ 38 വർഷമായി ഞാൻ ഈ ക്രിസ്തുവിനെ സാക്ഷീകരിച്ചു വരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ ചിന്തിച്ചു പോയി, എന്തു മാറ്റമാണ് എനിക്ക് വന്നത്. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നുവെന്നിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നുവെന്നിൽ. യേശുവൻ ഉള്ളത്തിൽ വന്നപ്പോൾ മാറ്റം ഓട്ടോമാറ്റിക്കലി വന്നു. ഞാനൊരു പുതിയ സൃഷ്ടിയായി. ബൈബിൾ എന്ത് പറയുന്നു? 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. എന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും വേദനയും അതേ ശാപങ്ങളും നിറഞ്ഞ ഘോര ബിംബങ്ങളെ ആരാധിച്ച ശാപഗ്രസ്തമായി പോയ എന്റെ ഭവനത്തിൽ നിന്ന് ഞാൻ ആ ശാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. പ്രിയമുള്ളവരെ, പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥന അറിയില്ല, അറിയുന്ന ഭാഷയിൽ എന്റെ പിതാവിനോട് ഞാൻ നിലവിളിച്ചു, ഞാൻ അപേക്ഷിച്ചു, ഏറെ നേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ദേവിച്ചേട്ടൻ തന്നൊരു കൊച്ചു പുസ്തകമുള്ള 22 പാട്ടുള്ള ഒരു കൊച്ചു ന്യൂസ് ലെറ്റർ പോലെ തോന്നുന്നു. അതിനകത്ത് മറിച്ചു നോക്കിയപ്പോൾ ഒരു പാട്ട് കണ്ടു. എൻ പ്രിയനെന്തു മനോഹരനാം താൻ പാദമെന്നുമെന്നാശ്രയമാം ആനന്ദമായി അവനനുദിനമോ ആമയമകറ്റി നടത്തുമെന്നെ. പാടുവാൻ എനിക്ക് കഴിയും കുറവാണ്, ക്ഷമിക്കണം. പ്രസംഗിക്കാൻ പറ്റും 5 മണിക്കൂർ, പക്ഷെ പാടുവാൻ കൃപ കുറവാ. പക്ഷെ സന്തോഷം കൊണ്ട് പാടിയതാ. കാരണം ഞാൻ പ്രിയനെന്ത് മനോഹരന തൻ പാദം എന്നും എന്നാശ്രയമാം ആനന്ദമായവൻ അനുദിനവും ആമയം അകറ്റി നടത്തുമെന്നെ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ഏറെ പ്രാവശ്യം പാടുന്ന ഒരു പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ പാട്ടുപാടി ഞാൻ ഉല്ലസിച്ചു, ആ പാട്ടുപാടി ഞാൻ ദൈവത്തെ സ്തുതിച്ചു, ആ പാട്ടുപാടി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി, ആ പാട്ടുപാടി ഞാൻ ദൈവത്തെ ആരാധിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പറഞ്ഞു പോയി, എന്റെ അപ്പൻ കൈവിട്ടാലും, എന്റെ അമ്മ കൈവിട്ടാലും, എന്റെ ജ്യേഷ്ഠന്മാർ കൈവിട്ടാലും, എന്റെ സഹോദരങ്ങൾ 9 പേരും കൈവിട്ടാലും എനിക്ക് യേശു മതി, യേശു മതി, എനിക്ക് യേശു മതി. പ്രിയമുള്ളവരെ, ഇത് ജീവനുള്ള സാക്ഷ്യമാണ്. കാരണം ഞാൻ ജീവിക്കുന്ന സാക്ഷിയാണ്. കാരണം ഈ ലോകത്തിൽ ഒരുപടി മനുഷ്യർ പലതിനെ കുറിച്ചും പറയുവാനുണ്ട്. പക്ഷേ അന്ന് രാത്രി ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ഉള്ളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാമോ, എന്റെ ഉള്ളിൽ സമാധാനം നിറഞ്ഞു. അന്നാണ് ഞാൻ ബൈബിളിലെ ആ വാക്യത്തിന്റെ പൊരുൾ കണ്ടെത്തി. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്ന വാക്യം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. ലോകം തരുന്ന പോലെ അല്ല. ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല. ലോകം തരുന്ന പോലെയല്ല. യോഹന്നാന്റെ സുവിശേഷം 14-27 വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പ്രിയമുള്ളവരെ, അനുകൂല സാഹചര്യത്തിൽ ലഭിക്കുന്ന സമാധാനം സമാധാനമല്ല. ഈ ലോകത്തെ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ അനുകൂല സാഹചര്യത്തിൽ സന്തോഷിക്കുന്നവരുണ്ട്, സമാധാനമുള്ളവരുണ്ട്. മദ്യപിക്കുന്നവന് കുറച്ചു നേരം സമാധാനം ഉണ്ടാവും, പുകവലിക്കുന്നതിന് ചില മിനിറ്റുകൾ സമാധാനം ഉണ്ടാവും, സിനിമ കാണുന്നവർക്ക് 2 മണിക്കൂർ സമാധാനം ഉണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞാൽ തലവേദനയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അനുകൂല സാഹചര്യത്തിലല്ല ഞാൻ ഈ അനുഭവിക്കുന്ന സമാധാനം. ഞാൻ ഇന്ന് മരിക്കുന്നതാളെ പൂർണ്ണമായി ചലനമറ്റവനാ. എന്നാൽ ഈ ചലനമറ്റ മനുഷ്യനെ ഡോക്ടർമാർ വിധി എഴുതി 1/2 മണിക്കൂർ ഇരിക്കുവാൻ ഈ മനുഷ്യന് കപ്പാസിറ്റി ഇല്ല. 5 ഓപ്പറേഷന് പോയപ്പോൾ പലപ്പോഴും ഡോക്ടർ പറഞ്ഞു, സഹോദര 1/2 മണിക്കൂർ ഇരിക്കുവാൻ താങ്കൾക്ക് കഴിവില്ല. നിങ്ങൾക്കറിയാം 8-10 മണിക്കൂർ ഞാൻ ഇരിക്കുന്നു. ഞാൻ കേരളത്തിന്റെ മാത്രമല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും പിന്നെ മഹാരാഷ്ട്ര വരെ യാത്ര ചെയ്തു. 6.5 ലക്ഷം കിലോമീറ്റർ
32 വർഷം കൊണ്ട് യാത്ര ചെയ്തു. എന്റെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ മഹാകരുണയല്ലാതെ പിന്നെന്താണ്? ഒരുവൻ ക്രിസ്തുവായാൽ പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഈ സമയത്ത് ഇതുകൂടി പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. അനുകൂല സാഹചര്യത്തിൽ കിട്ടുന്ന സമാധാനമല്ല സമാധാനം. നിങ്ങൾക്ക് പണമുണ്ടാകുമ്പോൾ, ജോലി ഉണ്ടാകുമ്പോൾ, ഭാര്യ ഉണ്ടാകുമ്പോൾ, കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുംബം ഉണ്ടാകുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ, വാഹനം ലഭിക്കുമ്പോൾ, സുഖസുഷുപ്തിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനമുണ്ട്. അത് ദൈവം കൊടുക്കുന്ന സമാധാനമല്ല, അത് സാഹചര്യം നൽകിയ സമാധാനമാണ്. എന്നാൽ എന്റെ സാഹചര്യം തികച്ചും ഭിന്നമാണ്. എന്റെ ശരീരം ബലഹീനമാണ്. 2.5 ചാണ് ജീവനുള്ളത്. ഞാൻ അളന്ന് കാണിക്കാം. 3 ചാൺ തികയില്ല. 3 ചാൺ തികച്ചുമില്ല ജീവനുള്ള ഭാഗം. ഞാൻ ഇരിക്കുന്ന കണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ വളരെ സുഖാനുഭവിക്കും. ഞാൻ ഒട്ടും ശരീരത്തിൽ സുഖാനുഭവിക്കുന്ന മനുഷ്യനല്ല. കാരണം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ കഴിയില്ല, ഇഷ്ടപ്പെട്ടതുപോലെ ഇരിക്കാൻ പറ്റുകയില്ല, നടക്കാൻ പറ്റുകയില്ല, കിടക്കാൻ പറ്റുകയില്ല, ഇരിക്കാൻ പറ്റുകയില്ല. കാരണം കിടക്കുന്ന തലം പൊട്ടു. ഇതാണ് എന്റെ ശരീരത്തിന്റെ അവസ്ഥ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ നൽകുന്ന സമാധാനം ജീവനുള്ള ദൈവത്തിന്റെ സമാധാനമാണ്. ഈ സമാധാനമാണ് ഞാൻ പ്രാപിച്ച സമാധാനം. അതുകൊണ്ട് സ്നേഹിത, മദ്യം നിങ്ങൾക്ക് സമാധാനം തരികയില്ല. കുടുംബം നിങ്ങൾക്ക് സമാധാനം തരണമെന്നില്ല. സ്വത്ത് തർക്കം നിങ്ങൾക്ക് സമാധാനം തരികയില്ല. ആർക്കും നിങ്ങൾക്ക് സമാധാനം തരികയില്ല. സാഹചര്യം നിങ്ങൾക്ക് സമാധാനം തരികയില്ല. പണമുണ്ടായാൽ സമാധാനം ലഭിക്കയില്ല. സമാധാനം നഷ്ടപ്പെടുകയുള്ളൂ. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളൊന്നും നിങ്ങൾക്ക് സമാധാനം തരികയില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം 5 ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്ന് യേശു ക്രിസ്തു സാക്ഷ്യം പറഞ്ഞ ശമര്യക്കാരത്തെ സ്ത്രീ വെള്ളം കോരാൻ വന്ന ആ സ്ത്രീയോട് യേശു പറഞ്ഞു, നീ ഇത് ഇത്രകാലം അനുഭവിച്ചു, പക്ഷെ ഈ വെള്ളം കുടിച്ചിട്ട് നിനക്ക് സമാധാനം ലഭിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവിയായി ഭവിക്കും. പ്രിയമുള്ളവരെ, 1986 മുതൽ എണ്ണിക്കോളൂ. 86 ഒക്ടോബർ മാസം ഒരു രാത്രി എന്റെ ഉള്ളിൽ യേശു വന്നു. സമാധാന പ്രഭു വന്നു. സമാധാന പ്രഭുവിനെ ഞാൻ തമിഴ്നാടും മഹാരാഷ്ട്ര വരെ യാത്ര ചെയ്തൊക്കെ പലയിടത്തും നോക്കി ഒരു സമാധാനം വരുത്തുന്ന കടയുണ്ടോന്ന്. പക്ഷെ മറ്റു പലതുമുള്ള കടകളുണ്ട്. പക്ഷെ സമാധാനത്തിന്റെ കട മാത്രമില്ല. അത് സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്ന സമാധാനമാണ്. ക്രിസ്ത്യാനികൾ മതം മാറ്റിയിട്ടാണ് എന്നാ ചന്ദ്രൻ പറയുന്നത്. ഏതൊരാൾ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു, ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നത് കഞ്ഞി പുഴുക്കും പയറും പിന്നെ 500 രൂപയും കൊടുത്തിട്ടാണ്. അയാൾ തിരിച്ച് ചോദിക്കുന്ന കണ്ടു, നിങ്ങൾക്ക് 1000 രൂപയും ഒരു ബിരിയാണി കൊടുത്താൽ പോരെ, എന്നാൽ അവരൊക്കെ വരത്തില്ലേ? പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ. ഞാൻ നിങ്ങൾ പറയട്ടെ, 1000 1000 കോടി കൊടുത്താലും യഥാർത്ഥ ക്രിസ്തുവിന്റെ സമാധാനം പ്രാപിച്ചവൻ, ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടു പോയിടുമോ? അശ്വരമല്ലാത്ത ലോക ധനത്തിനായി ബദ്ധരായി തീരുന്നതെന്തിന്? 101-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ മുട്ടം ജോൺ ബീവർഗീസ് അപ്പച്ചൻ പാടിയ പാട്ട 82-ാമത്തെ വയസ്സിൽ. എന്താനന്ദം, എനിക്ക് എന്താനന്ദം. 82-ാമത്തെ വയസ്സിൽ കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ, കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ട യേശു എനിക്കുള്ളതിലെന്താനന്ദം, എനിക്ക് എന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഇതൊരു തമാശയല്ല. വരുത്ത ജീവിതാനുഭവങ്ങളിൽ കൂടെ കഴിഞ്ഞ 39 വർഷമായി ഞാൻ കഷ്ടതയിലായിട്ട് 38 വർഷം കഴിഞ്ഞു. ഞാൻ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായി തീർന്നിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ യേശുവിനെ ഞാൻ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ എന്റെ നഷ്ടപ്പെട്ട ഓരോന്നും മടങ്ങി വരുവാൻ തുടങ്ങി. 2.5 വർഷം ഞാൻ പ്രാർത്ഥിച്ചു എന്റെ ഭാര്യയ്ക്ക് വേണ്ടി. എന്റെ ഭാര്യയും കുഞ്ഞും എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. 3 വർഷം വീട്ടുകാർ കൊണ്ടുപോയി കളഞ്ഞിരുന്നു. 3-ാമത്തെ വർഷം അവളെ മടക്കി കിട്ടി. ഹല്ലേലൂയ. 3-ാമത്തെ വർഷം എന്റെ ഭാര്യയും കുഞ്ഞിനും ദൈവം മടക്കി തന്നു. ഇന്ന് എനിക്ക് 63-ഉം അവൾക്ക് 60 വയസ്സാവുന്നു. ഞങ്ങൾ ഒന്നിച്ചൊഴുകുന്നു. മോനെ കാണുമെന്ന് ഞാൻ ആശിച്ചതല്ല, മോന്റെ മോനെയും കാണുവാൻ സ്വർഗത്തിലെ പിതാവ് എനിക്ക് സംഗതി വരുത്തി. സ്വർഗത്തിലെ ദൈവം എനിക്ക് സംഗതി വരുത്തി. മകന്റെ മകൻ 8 വയസ്സായി. മോന്റെ പേര് ജയപ്രകാശ് മോഹൻ.
മോന്റെ ഭാര്യയുടെ പേര് രേഷ്മ, മോന്റെ മകന്റെ പേര് രാജൻ പ്രകാശ്. ശരിക്കും പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ പേര് തങ്കമണി. ശരിക്കും ഞങ്ങൾ ഈ കഷ്ടതയുടെ നാളുകളിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ ദൈവം കരം പിടിച്ച് കയറ്റുവാൻ തുടങ്ങി. ഇനി ഞാൻ പറയുവാൻ പോകുന്നത് അടുത്ത പാട്ടിലെ ബാക്കി പറയുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു നിർത്തുവാൻ പോകുന്നത് എന്റെ 38 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയും കണ്ണുനീരും വ്യഥയും ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഉപദ്രവങ്ങളും പീഡനങ്ങളും വന്നിട്ടുണ്ട്. ദുഃഖങ്ങളും കണ്ണുനീരുകളും വന്നിട്ടുണ്ട്. ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് ആ 3 മാസക്കാലം ആശുപത്രിയിലെ ജീവിതം 3 മാസം കഴിഞ്ഞ് അപ്പന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ആ 3 മാസം മാതാപിതാക്കളോടുകൂടെ, അതിനുശേഷം 2.5 വർഷം ജ്യേഷ്ഠന്റെ ഭവനത്തിൽ. 2.5 വർഷം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠനെ ഇറക്കാനും വയ്യ, മരിച്ചിട്ടിറക്കാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വയ്യ, മരിച്ചെടുത്തുവാനും വയ്യ. ഈ അവസ്ഥയിലായി. അപ്പോൾ ദൈവം എനിക്ക് ഭാര്യയെ മടക്കി തന്നു. അങ്ങനെ ഭാര്യ വീടിന് അവിടെ അയ്യങ്കുന്നെന്ന് പറയുന്ന വാനത്തുകടവിലേക്ക് എന്നെ കൊണ്ടുപോയി. ഒരു കൊച്ചു വീട് അവിടെ ദൈവം തമ്പുരാൻ തന്നു. ഞങ്ങൾക്കത് സ്വർഗമായിരുന്നു. കാരണം നഷ്ടപ്പെട്ട ഭാര്യയും കുഞ്ഞുമായി 3 വയസ്സുള്ള മകനുമായി ഒന്നിച്ച് അവിടെ പാർക്കുവാൻ സാധ്യമായി. 3 വർഷക്കാലം ഞങ്ങൾ അവിടെ പാർത്തു. അവിടെയും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, സുവിശേഷം പറയാൻ സ്വാതന്ത്ര്യമില്ല. ഭാര്യയോട് കുഞ്ഞിനോട് പറയുമ്പോൾ അടിയന്മാർ വഴക്ക് വിടുന്നു. അവസാനം എന്തുണ്ടായി? ഞാൻ അവിടുന്ന് നിലവിളിക്കാൻ തുടങ്ങി. ദൈവമായ അങ്ങയുടെ ദാസന് 5 സെന്റ് ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതടിയന് തരണം, അതടിയന് തരണമെന്ന് ഞാൻ നിലവിളിച്ചു. ദൈവം ഉത്തരം തന്നു. ഏതൊറ്റ ആഴ്ചക്കുള്ളിൽ ദൈവം എനിക്കൊരു കത്ത് അയച്ചു തന്നു. ആ കത്ത് കോട്ടയത്ത് സഹോദരൻ അയച്ചതാണ്. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: സഹോദരൻ ആ മലയിൽ നിന്നിറങ്ങി താഴോട്ട് എവിടെയെങ്കിലും താമസിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു 5 സെന്റ് ഭൂമി, ഒരു കൊച്ചു വീടും വാങ്ങിത്തരുവാൻ ഞങ്ങളുടെ 3 സഹോദരങ്ങളുടെ ഹൃദയത്തെ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു. അതിന്റെ മുൻപേ, മാസങ്ങൾക്ക് മുമ്പേ, 1 ഏക്കർ സ്കറിയ എന്ന് പറയുന്ന മാന്യദ്ദേഹം കോട്ടയത്തുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അദ്ദേഹം എന്നെ കാണുവാൻ 12 കിലോമീറ്റർ നടന്നു വന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൂരം നടന്നിട്ടില്ല. എന്നെ കാണുവാനുള്ള ദാഹം കൊണ്ടുവന്നതാ. ആ മനുഷ്യനെ ഉപയോഗിച്ച് ദൈവം തമ്പുരാൻ വഴി തുറന്ന് ഇപ്പോഴും സാർ ജീവിച്ചിരിപ്പുണ്ട്. വാർദ്ധക്യത്തിലാണ്, 80 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ ഓർമ്മയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അടുത്ത കാലത്ത് കൊച്ചിയിൽ പോയി കണ്ടു. ഇപ്പോൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞ അവസാനമായി കഴിഞ്ഞ പ്രാവശ്യം എന്റെ പുസ്തകത്തിന്റെ 5ാം പതിപ്പ് ഇറങ്ങിയപ്പോൾ ഇംഗ്ലീഷ് ഒരു കെട്ട് തന്നെ വേണം, മലയാളം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ആ 150 പുസ്തകവും അദ്ദേഹം കൊണ്ടുപോയി 5-6 അദ്ദേഹം ഇറങ്ങി ഓടും. അങ്ങനെ കൊണ്ടുപോയി പലർക്കും കൊണ്ടുപോയി കൊടുത്തു. ഈ ഓർമ്മയുടെ പ്രശ്നം വന്നതോടുകൂടെ ഭാര്യ പറഞ്ഞൊരു പുസ്തകം കൊടുക്കരുത്. കാരണം ഇനി ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്രതൻ, ഒരു വിശുദ്ധൻ, അദ്ദേഹം 81 വയസ്സ് ആകുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മനുഷ്യനെ ഉപയോഗിച്ച ദൈവം തമ്പുരാൻ എന്നെ 7ാമത്തെ വർഷം ഈ കൂത്തുപറമ്പിലേക്ക് പറിച്ചു നട്ടു. അങ്ങനെ 4ാമത്തെ ഇടത്തേക്ക് പറിച്ചു നട്ടു. ഈ 4ാമത്തെ ഇടത്താണ് സ്ഥിരവാസമായത്. ഇവിടേക്ക് വരുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ കത്തി ഞാൻ ദൈവസ്ഥനെ വിടർത്തി ദൈവത്തോട് ചോദിച്ചു. അദ്ദേഹം എനിക്ക് ഇങ്ങനെ എഴുതിയിരുന്നു: മോഹന്റെ താല്പര്യം ഞങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മാതാപിതാക്കളുള്ള 12 കിലോമീറ്റർ വാഹനമില്ലാത്ത സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. ആ മലമുട്ടിൽ ഫോറസ്റ്റിന്റെ അടുത്ത് സഖ്യപർവ്വത്തിന്റെ അങ്ങേയറ്റം. അവിടുന്ന് അതിന്റെ ദുരിതം അദ്ദേഹം കണ്ടതാണ്. ശരിക്കും പറഞ്ഞ അരി വാങ്ങണമെങ്കിൽ 7 കിലോമീറ്റർ പോകണം. അതായിരുന്നു അവസ്ഥ. പക്ഷെ അവിടുന്ന് ഞാൻ ഈ കത്ത് വിടർത്തി പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ദൈവാത്മാവിനോട് പറഞ്ഞു, നീ നിന്റെ സുഖം അന്വേഷിച്ചു പോകരുത്, നീ എന്റെ ഹിതം ചെയ്യുക. ഒറ്റ ക്രിസ്ത്യാനില്ലാത്തതിന് ഞാൻ നിന്നെ എന്റെ സാക്ഷിയാക്കും. ഒറ്റ ക്രിസ്ത്യാനില്ല. എനിക്കത് അറിയില്ലായിരുന്നു പ്രിയമുള്ളവരെ. അങ്ങനെ കൂത്തുപറമ്പിനടുത്ത് ദർശനത്താലും വചനത്താലും വെളിപ്പാടിനാലും ദൈവം 3 ഉത്തരം തന്നതിന് ശേഷമേ ഞാൻ അവിടുന്ന് പുറപ്പെട്ടുള്ളൂ. അങ്ങനെ കൂത്തുപറമ്പിനടുത്ത് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു 11.25 സെന്റ് ഭൂമിയും ഒരു കൊച്ചു വീടും. അവിടെ പുല്ല് വിലയായിരുന്നെങ്കിൽ, നനഞ്ഞു കിടന്ന വിലയായിരുന്നെങ്കിൽ, ഇവിടെ ഓടിട്ട ഒരു കൊച്ചു വീടും കൂടെ ദൈവം തന്നു. ഇന്ന് ആ സ്ഥലത്താണ് ഞാൻ ഇന്നിരിക്കുന്നത്. ആ സ്ഥലമെല്ലാം പൊളിച്ചു പണിതു. ദൈവം തമ്പുരാൻ ഒരുപാട് കൃപ നൽകി. ദൈവം വലിയവ ചെയ്തു, കൃപ നൽകി. മാത്രമല്ല, അതിനാ 4.25 സെന്റ് സ്ഥലവും ഞാൻ കാരുണ്യഭവൻ എന്ന ട്രസ്റ്റിലേക്ക് കൊടുത്തു. ഇതിനെ കുറിച്ചൊക്കെ അടുത്ത പാട്ടിൽ നമുക്ക് വിവരിക്കാം. ഞാൻ ഇവിടെ നിർത്തട്ടെ. ഈ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു. യേശുവിന്റെ ശബ്ദത്തിന്
നിങ്ങളുടെ ഹൃദയവാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദര സഹോദരി മോഹിത, നീ അവനായി ഹൃദയം തുറന്നു കൊടുക്കുമോ? യേശു നിന്റെ ഉള്ളിൽ വന്ന് നിന്നെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും നിന്നെ വിടുവിച്ച് സ്വർഗീയ മകനാക്കി നിത്യതയോളം നിലനിർത്തുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 2 വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, മാറ്റമില്ലാത്ത കൃപകൾക്കായി സ്തോത്രം. ഇങ്ങനൊരു കൃപ അവിടുന്ന് ഒരുക്കി തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ഇത് കേൾക്കുവാൻ അനേകരുടെ ഹൃദയങ്ങളെ സഹായിക്കണമേ, അനേകരെ രൂപാന്തരപ്പെടുത്തണമേ, അനേകരെ വിശുദ്ധീകരിക്കണമേ, അനേകരെ പാപത്തിന്റെ കുഴത്തിൽ നിന്ന് രക്ഷിക്കണമേ, അനേകരെ അനുഗ്രഹിച്ച് അവരെ അനുഗ്രഹ പാത്രങ്ങളാക്കി തീർക്കണം. ഇതിനൊരുങ്ങിയ പ്രിയ കർത്തദാസിക്കായി സ്തോത്രം. വേണ്ടുപോലെ കൃപ നൽകിയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയുണ്ടായി കേൾക്കണം പിതാവേ. ആമേൻ. ഓക്കെ പാസ്റ്റർ, താങ്ക് യു പാസ്റ്റർ.